നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ടവർക്കും ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോൺ ഇൻ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വിഷയം ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോൺ ഇൻ പ്രോഗ്രാമിലെ വിഷയം എന്ന് പറയുന്നത് ഗർഭാശയ രോഗങ്ങളും താക്കോൽദ്വാര ശസ്ത്രക്രിയകളെ കുറിച്ചിട്ടുമാണ്. അപ്പോൾ ഇന്ന് എനിക്ക് തോന്നുന്നു സ്ത്രീകൾ ഏറ്റവും കൂടുതൽ നേരിടുന്ന പ്രശ്നങ്ങളിൽ ഒന്നാണ് ഈ ഗർഭാശയ രോഗം എന്ന് തന്നെ പറയുന്നത്. അപ്പോൾ അതിന്റെ പ്രശ്നങ്ങളും അതിന്റെ ചികിത്സാ രീതികളെയൊക്കെ കുറിച്ചിട്ട് സംസാരിക്കാനായി നമ്മളോടൊപ്പമുള്ളത് ഡോക്ടർ റെജീനയാണ്, മെഡിട്രീന ഹോസ്പിറ്റലിലെ ഡോക്ടർ. സ്വാഗതം ചെയ്യുന്നു ഞാൻ ഡോക്ടറിനെ പരിപാടിയിൽ സ്നേഹപൂർവ്വം. സ്വാഗതം ഡോക്ടർ. ഡോക്ടർ, ഇപ്പോൾ നമുക്ക് ഏറ്റവും ഇന്ന് കാണുന്ന വലിയൊരു പ്രശ്നമാണ് ഈ ഗർഭാശയ രോഗം എന്ന് തന്നെ പറയുന്നത്. അപ്പോൾ പ്രധാനപ്പെട്ട ഈ ഒരു പ്രശ്നം, സ്ത്രീകളിൽ കാണുന്ന ഈ ഒരു പ്രശ്നം, എന്തൊക്കെയാണ് ഈ പ്രധാനപ്പെട്ട ഗർഭാശയ രോഗങ്ങൾ എന്ന് പറയുന്നത്? ഗർഭാശയ രോഗങ്ങൾ പ്രധാനമായിട്ടും സ്ത്രീകളിൽ അമിത രക്തസ്രാവത്തിന്റെ രൂപത്തിലാണ് മിക്കവാറും സ്ത്രീകൾ നമ്മുടെ ഒപിയിൽ വരുന്നത്. അത് പ്രത്യേകിച്ചും ഒരു 30 വയസ്സിനും കഴിഞ്ഞ് 35 വയസ്സ് കഴിഞ്ഞ സ്ത്രീകളിൽ സാധാരണ ആർത്തവത്തിൽ നിന്നും വ്യത്യാസമായി അമിതമായ രക്തസ്രാവം ഉണ്ടാകുന്നു എന്നുള്ള പരാതിയുമായിട്ടാണ് മിക്കവാറും സ്ത്രീകളൊക്കെ ഗൈനക്കോപ്പിയിൽ നമ്മളെ സമീപിക്കുന്നത്. ഈ അമിതമായ രക്തസ്രാവം എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ ഒപിയിൽ വരുന്ന ഒരു 90% ആൾക്കാർക്കും ശരിക്കും നോർമൽ ആയിട്ടുള്ള ഒരു മെൻസ്ട്രൽ സൈക്കിൾ എന്താണ് എന്നുള്ളൊരു ഐഡിയ ഇല്ല. അപ്പൊ ആദ്യം നമുക്ക് ഒരു നോർമൽ ആയിട്ടുള്ള ഒരു ആർത്തവം എന്താണെന്നൊന്ന് മനസ്സിലാക്കാം. അതായത് എല്ലാവരും വന്ന് പറയുന്നത്, ഡോക്ടർ എനിക്ക് കൂടുതൽ പെട്ടെന്ന് പീരീഡ്സ് വരുന്നു, അല്ലെങ്കിൽ പീരീഡ്സ് ഒരുപാട് നീണ്ടു പോകുന്നു. അപ്പൊ അതിന്റെ ഡ്യൂറേഷൻ കറക്റ്റ് 28 ദിവസമാണെന്നാണ് മിക്കവാറും സ്ത്രീകളൊക്കെ ധരിച്ചു വെച്ചിരിക്കുന്നത്. പക്ഷെ അത് അങ്ങനെയല്ല. അതൊരു റേഞ്ചിലാണ് നമ്മൾ പറയുക. അതായത് റെഗുലർ ആയിട്ട് പീരീഡ് വരുന്ന ഒരാൾക്ക് 28 ദിവസത്തിനിടെ കറക്റ്റായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരാളായിരിക്കാം നിങ്ങൾ. പക്ഷേ അതിന് ഒരാഴ്ച മുന്നോടിയായിട്ടും പിന്നോടിയായിട്ടും, അതായത് 21 ദിവസം മുതൽ 35 ദിവസം വരെയുള്ള കാലയളവിൽ വരുന്ന പീരീഡ്സിനെയെല്ലാം നമ്മൾ നോർമൽ പീരീഡ്സ് ആയിട്ട് തന്നെയാണ് കണക്കാക്കുന്നത്. പക്ഷെ നിങ്ങൾക്ക് ഒരു 3 ആഴ്ചത്തെ വ്യത്യാസം പോലും ഇല്ലാതെ അടുത്ത പീരീഡ് അങ്ങ് വരുന്നെങ്കിൽ അത് ഫ്രീക്വന്റ് ആയിട്ട് വരുന്ന പീരീഡാണ്. നിങ്ങൾക്ക് 35 ദിവസം ആയിട്ടും പീരീഡ് വരുന്നില്ലെങ്കിൽ അത് നിങ്ങൾക്ക് ഡിലേ ആയിട്ടുള്ള ഒരു പീരീഡാണ്. അല്ലാതെ ഒരാഴ്ച മുന്നോട്ടും പിന്നോട്ടും നമ്മൾ ഭയപ്പെടേണ്ട കാര്യമില്ല. അതൊരു നോർമൽ മെൻസ്ട്രുവേഷൻ തന്നെയാണ്. പിന്നെ ബ്ലീഡിങ്ങിന്റെ അളവ്, ചില സ്ത്രീകൾ ഒപ്പിൽ വന്ന് പറയാറുണ്ട്, ഡോക്ടറെ ഞങ്ങൾക്ക് 2 ദിവസം അല്ലെങ്കിൽ 3 ദിവസമൊക്കെ ബ്ലീഡിംഗ് ഉള്ളൂ, അതിൽ കൂടുതലില്ല. അത് നമ്മൾ ശരിക്കും വറി ചെയ്യേണ്ട ഒരു കാര്യമാണോ? അല്ല. ശരിക്കും ബ്ലീഡിങ്ങിന്റെ ടെൻഡൻസി ഓരോരുത്തരുടെ ബോഡി ടെൻഡൻസി അനുസരിച്ച് വ്യത്യാസമായിരിക്കും. അതായത് 3 മുതൽ 7 ദിവസം വരെയുള്ള ബ്ലീഡിങ് നമ്മൾ നോർമൽ പീരീഡ്സ് ആയിട്ട് തന്നെയാണ് എടുക്കുന്നത്. 7 ദിവസത്തിൽ കൂടുതലുള്ള ബ്ലീഡിംഗ് ആണെങ്കിൽ തീർച്ചയായിട്ടും അത് ഇവാലുവേറ്റ് ചെയ്യപ്പെടേണ്ടതാണ്. പിന്നെ നിങ്ങൾക്ക് പീരീഡ്സ് വരുന്ന സമയത്ത് വയറുവേദന, കുറേ സ്ത്രീകൾ അങ്ങനെ പറയാറുണ്ട്. അപ്പൊ ഈ കൺജസ്റ്റഡ് ഡിസ്മെനോറിയ അഥവാ പീരീഡ് വരുന്നതിന് തൊട്ട് മുന്നേ ഉണ്ടാവുകയും അല്ലെങ്കിൽ ആദ്യത്തെ 1-2 ദിവസങ്ങളിൽ ഉണ്ടാകുന്ന പീരീഡിന്റെ വേദന ഫിസിയോളജിക്കൽ ആയിട്ടുള്ള നോർമൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മുടെ യൂട്രസിന്റെ കൺട്രാക്ഷൻ അഥവാ യൂട്രസ് ചുരുങ്ങുന്നതുമായി ബന്ധപ്പെട്ട് എല്ലാവരിലും കാണുന്നതാണ്. അത് പ്രോബ്ലം ഇല്ല. പക്ഷെ നിങ്ങൾക്ക് ത്രൂ ഔട്ട് പീരീഡ്സ് വയറുവേദന സിവിയർ ആയിട്ട് നിൽക്കുകയാണ്, നമുക്ക് ഡെയിലി ആക്ടിവിറ്റീസ് പോലും ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള വയറുവേദന ഉണ്ട്, അതോടൊപ്പം തന്നെ അമിതമായിട്ട് രക്തസ്രാവം, ഒരുപാട് പാഡുകളൊക്കെ മാറ്റേണ്ടി വരുന്നുണ്ട്, കട്ടക്കട്ടയായിട്ട് ബ്ലീഡിങ് വരുന്നുണ്ട്, നൈറ്റ് നിങ്ങൾക്ക് പാഡ് മാറ്റാനായി എഴുന്നേക്കേണ്ടി വരുന്നുണ്ട്, ക്ഷീണം, തളർച്ച, തലചുറ്റൽ, അതെല്ലാം നമ്മുടെ ശരീരത്തിൽ രക്തം കുറയുന്നതിന്റെ സൈൻസ് ആണ്. അപ്പൊ അങ്ങനെയുള്ള എന്തെങ്കിലും സിംറ്റം ഉണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഇവാലുവേറ്റ് ചെയ്യേണ്ടതാണ്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കംപ്ലൈന്റ് എല്ലാവരും പറയുന്നതാണ് വെള്ളപ്പൊക്ക്. വെള്ളപ്പൊക്ക് എന്ന് പറയുമ്പോഴത്തേക്കും നോർമലി തന്നെ നമ്മുടെ യൂട്രസിൽ നിന്നും കുറച്ച് ലുക്കോറിയ, ചെറിയൊരു വൈറ്റിഷ് ഡിസ്ചാർജ് വരും. ദാറ്റ് ഇസ് നോർമൽ. അത് മിക്കവാറും പീരീഡ്സ് കഴിഞ്ഞ സമയത്തൊക്കെ ആയിരിക്കും നമുക്ക് വരുന്നത്. അതൊരു ഫിസിയോളജിക്കൽ ആയിട്ടുള്ള ഒരു സെക്രീഷനാണ്. നമുക്ക് ഓവുലേഷന്റെ, അതായത് പീരീഡിന്റെ 14ാമത്തെ ദിവസം, പീരീഡ് കഴിഞ്ഞ് 14ാമത്തെ ദിവസം കുറച്ച് വൈറ്റ് ഡിസ്ചാർജ് വരുന്നതൊക്കെ നോർമലാണ്. പക്ഷെ ഇത് അബ്നോർമൽ ആവുന്നത് എപ്പോഴാന്ന് വെച്ചാൽ അതിലെന്തെങ്കിലും സ്മെല്ല് വരികയോ വേറെ എന്തെങ്കിലും നിറവ്യത്യാസം വരികയോ അതിനോടനുബന്ധിച്ച് ചൊറിച്ചിൽ വരികയോ അടിവയറ്റ് വേദന വരികയോ മൂത്രം ഒഴിക്കുമ്പോൾ തരിപ്പോ വേദന ഉണ്ടാവുകയോ ചെയ്യുകയാണെങ്കിൽ അത് തീർച്ചയായും അബ്നോർമൽ ആയിട്ടുള്ള ഒരു ഡിസ്ചാർജ് ആണ്. അത് നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. പിന്നെ മെയിനായിട്ടും സ്ത്രീകൾ ഒപിയിൽ വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കംപ്ലൈന്റ് എന്ന് പറയുന്നത്, ഡോക്ടർ നമുക്ക് അതിലേക്ക് വരാം. ആ ഒരു കംപ്ലൈന്റ് എന്താണെന്ന് നമുക്ക് കേൾക്കാം. പക്ഷെ അതിന് നമുക്കൊരു ശ്രോതാവ് ചേർന്ന് നോക്കാം അല്ലേ? കോളിലേക്ക് പോവാം. ഹലോ. ഹലോ ഡോക്ടറെ, എനിക്ക് ഒരു സംശയം ചോദിക്കാന്. പറഞ്ഞോളൂ. എനിക്ക് ഇപ്പൊ 63 വയസ്സുണ്ട്. എന്റെ 38 വയസ്സില് പീരീഡ് തീർന്നു. 20 വയസ്സിൽ എനിക്ക് പ്രസവം നിർത്തി. ആദ്യം ഞാൻ ഒരെണ്ണം പ്രസവിച്ച്, രണ്ടാമത്തത് സിസേറിയനായിരുന്നു.
ഇതുവരെ എനിക്ക് ഈ പ്രസവം നിർത്തിയതില് അല്ലെങ്കിൽ ഒരു മറ്റു രോഗമൊന്നും ഇല്ല. പക്ഷെ എനിക്കിപ്പം യൂട്രസ് താഴോട്ടിരിക്കുക. അപ്പം അത് ഡോക്ടർ പറയുന്നത് 2-3 പേരെ അടുത്ത് കാണിച്ചപ്പം പറഞ്ഞ് എനിക്ക് ശ്വാസം മുട്ടുള്ളത് കൊണ്ട് ഓപ്പറേഷൻ ചെയ്യാൻ പാടാണ്. അങ്ങനെ എനിക്ക് അതൊരു ടെൻഷനായിട്ടിരിക്കുക. അപ്പൊ അമ്മയുടെ സിറ്റുവേഷൻ പറയുകയാണെങ്കിൽ നമ്മൾക്ക് പ്രായമായി ബന്ധപ്പെട്ട് നമ്മുടെ ഈ തൊലി ചുളിയുന്നത് പോലെയും പ്രായമായി ബന്ധപ്പെട്ടിട്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ പോലെ നമ്മുടെ എല്ലാ പേശികൾക്കും ഒരു അയവ് വരും. അപ്പോൾ നോർമൽ ഡെലിവറി ഒക്കെ കഴിഞ്ഞാൽ പണ്ട് കാലത്ത് കുറച്ച് ഡിഫിക്കൽട്ട് ഡെലിവറി, നല്ല വെയിറ്റ് കൂടിയ കുട്ടി, അല്ലെ കുറേ നേരം നമ്മൾ ലേബറിന് വേണ്ടിയൊക്കെ ചെലവഴിച്ച് ഒരുപാട് സ്ട്രെയിൻ ചെയ്യേണ്ടിയൊക്കെ വന്ന സ്ത്രീകളിൽ അവരുടെ പേശികൾക്ക് ഒരു അയവ് കാണും, ഒരു ബലക്കുറവ് കാണും. ആ ബലക്കുറവ് പിന്നെ പ്രായം അധികരിച്ചു വരുമ്പോൾ നമ്മുടെ യൂട്രസ്, ശരിക്കും ഗർഭാശയം നമുക്ക് ചുറ്റുപാടുമുള്ള എല്ലുകളിലോട്ടൊക്കെ ഇങ്ങനെ മാലകൾ പോലെയുള്ള പേശികൾ വെച്ച് വലിച്ചു കെട്ടി വെച്ചേക്കുക. അപ്പൊ അതിന് ഈ പ്രായ സംബന്ധമായിട്ടുള്ള ബലക്കുറവ് വരുമ്പോൾ അത് പതുക്കെ ഇങ്ങനെ താഴോട്ട് ഇറങ്ങാൻ തുടങ്ങും. അപ്പൊ അമ്മയുടെ കാര്യത്തിൽ അതാണ് സംഭവിച്ചിരിക്കുന്നത്, അത് താഴേക്ക് വന്നിരിക്കുകയാണ്. അപ്പൊ ഈ ഒരു പ്രായത്തിൽ ഇത് താഴോട്ട് വരുമ്പോൾ നമുക്കതിനെ ബലപ്പെടുത്താനായിട്ടുള്ള സർജറികൾ അത്ര അഡ്വൈസബിൾ ആയിരിക്കത്തില്ല. കാര്യം പേശികൾക്ക് പൊതുവേ ബലക്കുറവുണ്ട് പ്രായത്തിൻ്റെതായ. അപ്പൊ നമ്മൾ ചെയ്യാന്ന് വെച്ചാൽ താഴെ കൂടെ തന്നെ വജൈനൽ ഹിസ്റ്ററക്ടമി വഴി ഈ യൂട്രസിനെ നമ്മൾ റിമൂവ് ചെയ്യുകയും ആ ഭാഗത്തുള്ള മൂത്രസഞ്ചിക്കോ മറ്റോ തള്ളലുണ്ടെങ്കിൽ അത് സർജറി ചെയ്ത് കറക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പിന്നെ അമ്മയ്ക്ക് ശ്വാസം മുട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്ത് സർജറി ചെയ്യണമെങ്കിലും സർജറിക്ക് ഒരു ഫിറ്റ്നസ് വേണം. അതായത് നമ്മുടെ ശ്വാസകോശം, ഹാർട്ട്, അതെല്ലാം ഒരു ഒപ്റ്റിമൽ കണ്ടീഷനിലായിരിക്കണം. അതായത് ആ സർജറിയുടെ സ്ട്രെസ്സിനെ അതിജീവിക്കാനുള്ള ഒരു പ്രാപ്തി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ സർജറി ചെയ്യാൻ പറ്റൂ. അപ്പൊ അമ്മയെ ഒരു പൾമനോളജി ഡോക്ടർ അഥവാ ശ്വാസകോശത്തിന്റെ ഡോക്ടറെ കണ്ട് അമ്മ ഒരു സർജറിക്ക് ഫിറ്റ് ആണോ എന്നുള്ളത് ഡിസൈഡ് ചെയ്ത് ഒരു അനസ്തേഷ്യ ഡോക്ടറെയും കൂടെ ഹെൽപ്പോടുകൂടി ഒരു മൾട്ടി ഡിസിപ്ലിനറി ടീം ആദ്യം ഇവാലുവേറ്റ് ചെയ്യണം. ഒരു മിനിറ്റ് ഡോക്ടർ, എന്റെ കണ്ണിനെ തിമിരം ബാധിച്ചിരിക്കുക. അപ്പൊ അത് ഓപ്പറേഷൻ ചെയ്യാനായിട്ട് ചെന്നപ്പം ഫിസിഷ്യന്റെ സർട്ടിഫിക്കറ്റും പിന്നെ ഷുഗർ ഉണ്ട് എനിക്ക്. അപ്പൊ അതും 2 ഡോക്ടർമാരും ഓക്കെ പറഞ്ഞാലേ ചെയ്യത്തോളെന്ന് പറഞ്ഞു. അതങ്ങനെ തന്നെയാണ്. ഹോളി ക്രോസിലാ ഞാൻ അലസാൻഡ്ര ഡോക്ടറാണ് എന്നെ നോക്കുന്നത്. ഓക്കെ. അപ്പൊ നമ്മളെ ഷുഗർ കൺട്രോൾ ആക്കുകയും ഷുഗർ, പ്രഷർ, നമുക്ക് എന്തൊക്കെ അസുഖങ്ങളുണ്ടോ അതെല്ലാം ഒരു കൺട്രോൾ ആക്കിയിട്ടേ നമ്മൾ എല്ലാ സർജറിയിലേക്കും പോകാൻ പാടുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ മുറിവുകൾ പഴുക്കുന്നത് പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും. അപ്പൊ അമ്മ ഇതെല്ലാം ഒപ്റ്റിമൈസ് ചെയ്ത് സർജറിക്ക് ഫിറ്റായ ഒരാളാണെങ്കിൽ നമുക്ക് സർജറി വഴി തന്നെ ഇത് റിമൂവ് ചെയ്യാൻ പറ്റും. ഇനി അഥവാ അമ്മയ്ക്ക് പറ്റില്ല, ഈ ശ്വാസകോശത്തിന്റെ ഒക്കെ പ്രശ്നം കൊണ്ട് അനസ്തീഷ്യ കോംപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ നമുക്കിത് സർജറി ഇല്ലാതെ തന്നെ റിങ്സ് ഉണ്ട്. അതായത് നമുക്ക് ഉള്ളിലൂടെ ഇടാൻ പറ്റുന്ന നമ്മളെ വളകൾ പോലത്തെയുള്ള റിങ്ങുകൾ ഇട്ട് ഓപ്പറേഷൻ ഇല്ലാതെ തന്നെ താൽക്കാലിക പരിഹാരം എന്നുള്ള രീതിയിൽ ഈ പുറത്തേക്ക് തള്ളി വരുന്ന പ്രൊലാപ്സിനെ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഒരുപാട് ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ഓപ്പറേഷന് ഫിറ്റ്നസ് കിട്ടിയില്ല എന്ന് പറഞ്ഞ് അമ്മ വിഷമിക്കേണ്ട. ഓപ്പറേഷൻ ഇല്ലാതെ തന്നെ പ്രൊലാപ്സിന് നമുക്ക് പരിഹാരങ്ങൾ ചെയ്യാൻ പറ്റും. അമ്മ അടുത്ത് തന്നെ ഒരു ഗൈനക്കോളജിസ്റ്റിനെ ബന്ധപ്പെട്ടാൽ മതി. ഓക്കെ അമ്മ, വിളിച്ചതിൽ സന്തോഷം. ഡോക്ടർ, നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നതിലേക്ക് വരാം. പക്ഷെ അതിനു മുമ്പ് ഞാനിപ്പോ അമ്മ സംസാരിച്ചത് കേട്ടിട്ട് എനിക്കൊരു ചെറിയൊരു സംശയമാണ്, ഞാൻ ചോദിച്ചോട്ടെ. അതായത് ഇപ്പോ ഗർഭപാത്രം സാധാരണ കേൾക്കാറുണ്ട്, ഇറങ്ങി വരുന്നു എന്നൊക്കെ ചിലർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അതൊരു പ്രായം ഉണ്ടോ? അത് അങ്ങനെ സംഭവിക്കുന്നതിന് എന്തെങ്കിലും ഒരു പ്രായം ഉണ്ടോ? സാധാരണയായി പ്രായമേറിയ സ്ത്രീകളിലാണ്, ഒരു ഓൾഡ് ഏജ്, ഒരു 60 years അപ്പുറമൊക്കെയാണ് നമ്മൾ കണ്ടുവരുന്നത്. പക്ഷെ എങ്കിൽ തന്നെ ഒരു 20% ആൾക്കാർ ഒരു കൺജനിറ്റൽ വീക്ക്നെസ് കാണും. അവർക്ക് ജന്മന തന്നെ പേശികൾക്ക് ഒരു ബലക്കുറവ് കാണും. അങ്ങനെയുള്ളവരിൽ പ്രായമാകുന്നതിന് മുന്നേ തന്നെ ഗർഭപാത്രത്തിന് തള്ളൽ കാണാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള സ്ത്രീകളിൽ എപ്പോഴും ഒരു നടുവേദന, അല്ലെങ്കിൽ മൂത്രം കംപ്ലീറ്റ് ആയിട്ടും എംറ്റി ചെയ്യാൻ പറ്റാതിരിക്കുക, എപ്പോഴും മൂത്രം ഒഴിക്കുക, ചുമക്കുമ്പോൾ മൂത്രം പോവുക, ഇങ്ങനെയൊക്കെയുള്ള സിംറ്റംസ് ഒക്കെ അവരിൽ കാണും. അതെല്ലാം ബലക്ഷയത്തിന്റെ ഭാഗമായി ഈ ഗർഭപാത്രം താഴേക്ക് വരുന്ന പോലെ തന്നെ മൂത്രസഞ്ചിയും വരും. പ്രായമായ സ്ത്രീകളിലാണോ സാധാരണ? കൂടുതലായും പ്രായമായ സ്ത്രീകളിലാണ് കാണുന്നത്, ഒരു ജനറലൈസ്ഡ് വീക്ക്നെസിന്റെ ഭാഗമായിട്ട്. പക്ഷെ യങ്സ്റ്റേഴ്സിലും ഈ കൺജനിറ്റൽ ആയിട്ട് തന്നെ ഈ ജന്മനാ തന്നെ പേശികളിൽ ബലക്കുറവുള്ള ഒരു 20% ആൾക്കാരിൽ യങ് പ്രൊലാപ്സും കാണാറുണ്ട്. നമ്മൾ നള്ളിപ്പാരസ് പ്രൊലാപ്സ് വരെ കാണാറുണ്ട്. നള്ളിപ്പാരസ് എന്ന് വെച്ചാൽ ഇതുവരെ പ്രഗ്നൻസി ഒന്നും ആവാത്ത 20-30 ഇടയിൽ പ്രായമുള്ള സ്ത്രീകളിൽ പോലും ഈ കണ്ടീഷൻ നമ്മൾ കണ്ടുവരുന്നുണ്ട്. അതിന് എന്തൊക്കെ ചികിത്സകളാണ് അപ്പൊ ഇപ്പൊ നമുക്ക് ഉള്ളത്? നമ്മൾ തുടക്കത്തിൽ തന്നെ ഒരു തള്ളലുണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ അത് പ്രോഗ്രസ് ചെയ്യാതിരിക്കാനായിട്ടുള്ള എക്സസൈസുകളുണ്ട്. നമ്മൾ കീഗൽ
എക്സസൈസ് എന്ന് പറയും. നമ്മളെ പെൽവിക് മസിൽസിനെ എല്ലാം ഒന്ന് സ്ട്രെങ്തൻ ചെയ്യാനുള്ള എക്സസൈസുകളാണ്. അത് റെഗുലറായിട്ട് ചെയ്യാമെങ്കിൽ ഇതിന്റെ പ്രോഗ്രഷൻ നമുക്ക് കുറയ്ക്കാൻ പറ്റും. പിന്നെ നള്ളിപ്പാരസ് പ്രൊലാപ്സ് പോലെയുള്ള യങ് പ്രൊലാപ്സ് കേസുകളിൽ നമ്മൾ ഈ യൂട്രസിനെ അതാത് സ്ഥാനത്ത് ഫിക്സ് ചെയ്യുന്ന ലാപ്രോസ്കോപ്പിക് സർജറികൾ, മെഷ് റിപ്പയറും സ്ലിംഗ് റിപ്പയറും പോലെയുള്ള സർജറികളെല്ലാം നമുക്ക് അവൈലബിൾ ആണ്. ഇപ്പൊ ഇങ്ങനെ ഒരു പ്രശ്നം വരുവാണെങ്കിൽ, ഇപ്പൊ നമ്മളിത് സംസാരിച്ചപ്പോൾ ഒരുപക്ഷെ ഇപ്പൊ ഡോക്ടർ പറഞ്ഞു 20-30 ഇടയിലുള്ളവരിലും ഈ പ്രശ്നം വരുന്നുണ്ടല്ലോ. അപ്പൊ അവർക്ക് സാധാരണ ഒരു സംശയമായിരിക്കാം, ഗർഭധാരണത്തിന് അതെന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ എന്നുള്ളൊരു സംശയം ഉണ്ടാകാമല്ലോ. തീർച്ചയായിട്ടും ഇല്ല. അങ്ങനെ പ്രൊലാപ്സ് ഒരിക്കലും ഒരു ഗർഭധാരണത്തിന് തടസ്സമായി നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ അല്ല. ഈ നള്ളിപ്പാരസ് പ്രൊലാപ്സ് വളരെ റെയർ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ്. അങ്ങനെ നമ്മൾ കണ്ടാൽ തന്നെയും അതിനുള്ള കറക്ഷൻ സർജറീസ് അവൈലബിൾ ആണ്. അവർക്ക് ഗർഭധാരണത്തിന് യാതൊരു തടസ്സവും ഇല്ല. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്ന ഗർഭാശയ രോഗങ്ങളിലേക്ക് ഇതിൽ എനിക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഇത് കേട്ടോണ്ടിരിക്കുന്ന എല്ലാ സ്ത്രീകളും ശ്രദ്ധിക്കേണ്ടതായ കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. അതായത് നമുക്കിപ്പോ ഒരു പീരീഡ്സുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു കംപ്ലൈന്റ് വരും, അല്ലെങ്കിൽ നമുക്ക് അമിതമായ ബ്ലീഡിങ്ങോ വയറുവേദനയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഡോക്ടറെ കാണിക്കും. പക്ഷെ ചില രോഗങ്ങളുടെ സിംറ്റംസ് ചിലപ്പോൾ ബ്ലീഡിംഗ് ആയിട്ടായിരിക്കത്തില്ല കാണിക്കുന്നത്. ഉദാഹരണത്തിന് നമ്മൾ വളരെ ദുഃഖകരമായ ഒരു സംഗതി പറയുവാണെങ്കിൽ, നമ്മൾ ഈ അണ്ഡാശയത്തിന്റെ ക്യാൻസറുകളും മുഴകളും മിക്കപ്പോഴും ഒരു സ്റ്റേജ് 3 അല്ലെങ്കിൽ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു സമയത്ത് മാത്രമേ ഡിറ്റക്ട് ചെയ്യപ്പെടുന്നുള്ളൂ. വളരെ ഏർലി ആയിട്ട് ഡിറ്റക്ട് ചെയ്താൽ നമുക്കതിന് കറക്റ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ഉള്ള ഒരു അസുഖമായിട്ട് കൂടി അത് വളരെ ലേറ്റ് ആയിട്ട് ഡിറ്റക്ട് ചെയ്യാനുള്ള റീസൺ അത് ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു ബ്ലീഡിംഗ് ആയിട്ടല്ല പ്രസന്റ് ചെയ്യാന്നുള്ളതാണ്. അതിന്റെ സിംറ്റംസ് വളരെ വേഗമായിരിക്കും. അപ്പൊ നിങ്ങൾ അങ്ങനത്തെ സിംറ്റംസ് റിപ്പീറ്റഡ് ആയിട്ട് വരുന്നെങ്കിൽ തീർച്ചയായും ഒരു ഡോക്ടറെ കണ്ട് അതിന്റെ റീസൺ ഐഡന്റിഫൈ ചെയ്താൽ നിങ്ങൾക്ക് ഈ അണ്ഡാശയത്തിന്റെ രോഗങ്ങൾ കുറച്ച് നേരത്തെ തന്നെ ഡയഗ്നോസ് ചെയ്യാൻ പറ്റും. അപ്പൊ എന്തൊക്കെയാണ് ആ സിംറ്റംസ്? സാധാരണ നമ്മൾ എല്ലാവരും നെഗ്ലക്ട് ചെയ്യുന്ന സിംറ്റംസ് ആണ്. ഒന്ന്, ഏർലി സെറ്റൈറ്റി. നമുക്കിപ്പോൾ ആഹാരം സ്ഥിരമായി നന്നായി കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് പെട്ടെന്ന് വയറ് നിറയുന്ന പോലെ ഒരു ഫീൽ വരിക, വയറിനൊരു വീർപ്പുള്ളതുപോലെ, ഒരു ദഹനക്കുറവുള്ള പോലെ, എപ്പോഴും വയറ് വീർക്കുന്ന പോലെ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ദഹനക്കേട് വരാറുണ്ട് ഇല്ലേ? മിക്കപ്പോഴും ഗ്യാസിന്റെ പ്രശ്നങ്ങളൊക്കെ മിക്കവാറും സ്ത്രീകളിൽ പ്രത്യേകിച്ച് 40 കഴിഞ്ഞ ആൾക്കാർക്കൊക്കെ കാണാറുണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്ത് വേറെ ഗ്യാസാന്ന് വരുന്നത് ഇതിനെ നെഗ്ലക്ട് ചെയ്യും. പക്ഷെ നിങ്ങൾക്ക് ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് സിംറ്റംസ് എവറി 1 വീക്ക്, എവറി 2 വീക്ക്, നിങ്ങൾക്ക് മാസത്തിൽ ഒരു 3-4 തവണയെങ്കിലും ഗ്യാസിന്റെ ടാബ്ലറ്റ് കഴിക്കേണ്ടി വരിക, അങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് അങ്ങനെ ഒരു ഗ്യാസ്ട്രിക് സിംറ്റംസ് വരുന്നെങ്കിൽ ദാറ്റ് നീഡ് ടു ബി ഇവാലുവേറ്റഡ്. അത് ചിലപ്പോൾ ഒരു ഓവറിയിലത്തെ എന്തെങ്കിലും ഒരു പ്രശ്നത്തിന്റെ ഒരു ഏർലി സൈൻ ആയിരിക്കും. നമ്മൾ മിക്ക ആൾക്കാരും ഒരു നെഗ്ലക്ട് ചെയ്യുന്ന കാര്യമാണ് ഈ ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ. പിന്നെ മറ്റൊരു ഇത് പറയാം, നമുക്ക് പെട്ടെന്നൊന്ന് വെയിറ്റ് കുറയാം. ഒരു 6 മാസത്തിനിടയിൽ നമുക്കൊരു 10 കിലോ വെയിറ്റ് കുറയാം, നമ്മുടെ ബ്ലൗസ് ഒക്കെ ലൂസാവുക. എല്ലാവരും എന്താ ഇങ്ങനെ ക്ഷീണിച്ചു പോയെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ആ ഷുഗറിൻ്റെതായിരിക്കും, അല്ലെങ്കിൽ പിന്നെ ഇപ്പൊ പഴയതുപോലെ ഫുഡ് കഴിക്കാൻ പറ്റുന്നില്ല അതിൻ്റെതായിരിക്കും. അപ്പോൾ അങ്ങനെയൊന്നുമല്ല. നമുക്കൊരു വെയിറ്റ് ലോസ് ഉണ്ട്, നമുക്ക് ആഹാരം കഴിക്കാൻ പറ്റുന്നില്ല, വയറിനൊരു വീർപ്പമുണ്ട്, ദഹന സംബന്ധമായ പ്രശ്നങ്ങളുണ്ടെങ്കിൽ എല്ലാ സ്ത്രീകളും, പ്രത്യേകിച്ച് 40 കഴിഞ്ഞ സ്ത്രീകൾ തീർച്ചയായിട്ടും ഒരു അൾട്രാസൗണ്ട് എന്തെങ്കിലും, അല്ലെങ്കിൽ നിങ്ങൾ ഡോക്ടറെ കണ്ടോ, ഹിസ്റ്ററി ഇവാലുവേറ്റ് ചെയ്തോ, നിങ്ങളുടെ അണ്ഡാശയത്തിന് എന്തെങ്കിലും പ്രോബ്ലങ്ങൾ ഉണ്ടോ എന്നുള്ളത് ഒന്ന് തിരിച്ചറിയേണ്ടതാണ്. പിന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും നെഗ്ലക്ട് ചെയ്യുന്നത്, നമുക്ക് ഈവൻ ഹെൽത്ത് കെയർ ഫീൽഡിലുള്ളവർ പോലും നെഗ്ലക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് സെർവൈക്കൽ സ്മിയർ. സെർവൈക്കൽ സ്മിയർ എന്ന് വെച്ചാൽ നമ്മുടെ യൂട്രസിന്റെ താഴ്ഭാഗത്തിനാണ് നമ്മൾ സെർവിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന്റെ ക്യാൻസറിന് വേണ്ടിയിട്ടുള്ള ഒരു സ്ക്രീനിങ് ടെസ്റ്റ് ആണ്. ശരിക്കും നമുക്ക് സ്ക്രീനിങ് ടെസ്റ്റുകൾ അവൈലബിൾ ആയിട്ടുള്ള ക്യാൻസറുകൾ വളരെ ചുരുക്കമേ ഉള്ളൂ. ചില ക്യാൻസറുകൾക്ക് മാത്രമേ സ്ക്രീനിങ് ടെസ്റ്റ് ഉള്ളൂ. ഇപ്പൊ നമ്മൾ ഷുഗർ നോക്കുന്ന, നമ്മൾ റുട്ടീനായിട്ട് പോയി ഹെൽത്ത് ചെക്കപ്പ് ചെയ്യത്തില്ലേ, നമുക്ക് ഷുഗർ ഉണ്ടോ കൊളസ്ട്രോൾ ഉണ്ടോ എന്നൊക്കെ അറിയാൻ. അതുപോലെ എനിക്ക് ഗർഭാശയത്തിന്റെ മുഖത്തിന്, സെർവിക്സിന് ഒരു ക്യാൻസർ വരാൻ സാധ്യതയുണ്ടോ എന്ന് തിരിച്ചറിയാൻ പറ്റുന്ന ഒരു സ്ക്രീനിങ് ടെസ്റ്റാണ് സെർവൈക്കൽ സ്മിയർ. അത് വളരെ വില കൂടിയ ടെസ്റ്റ് ഒന്നും അല്ല, എല്ലാവർക്കും ചെയ്യാവുന്നതാണ്. അത് വർഷത്തിൽ, അതായത് 3 വർഷത്തിൽ ഒരിക്കലെങ്കിലും ഒരു സെർവൈക്കൽ സ്മിയർ എടുത്ത് നിങ്ങളുടെ യൂട്രസിന് ക്യാൻസർ ഇല്ല എന്ന് ഉറപ്പുവരുത്തേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ എല്ലാവരും ഓർത്തിരിക്കേണ്ട ഒരു കാര്യം ഫാമിലി ഹിസ്റ്ററി. ഫാമിലി ഹിസ്റ്ററി ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അതായത് യൂട്രസും അണ്ഡാശയവും ബ്രസ്റ്റ്, കൊടൽ, ഇതുമായി ബന്ധപ്പെട്ട പല ക്യാൻസേഴ്സിനും ഒരു ഫാമിലി, അതായത് ജനിതകപരമായിട്ടുള്ള ഒരു ബന്ധമുണ്ട്. അപ്പം നിങ്ങളുടെ ഒരു ഫസ്റ്റ് ഡിഗ്രി റിലേറ്റീവിന്, അല്ലെങ്കിൽ നിങ്ങളുടെ അമ്മയ്ക്ക് അല്ലെങ്കിൽ കസിന് ആർക്കെങ്കിലും ഒരു ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടെന്നിരിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ തീർച്ചയായും ആ ഫാമിലിയിലത്തെ എല്ലാ സ്ത്രീകളും ആനുവൽ മാമോഗ്രാം ചെയ്യണം. അവർക്ക് മാറിൽ മുഴകളുണ്ടോ എന്നുള്ളത് സെൽഫ് ബ്രസ്റ്റ് എക്സാമിനേഷൻ ചെയ്യുകയും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലല്ല, നമ്മൾ 40 വയസ്സ് കഴിഞ്ഞവർക്ക് റുട്ടീനായിട്ട് തന്നെ മാമോഗ്രാം അഡ്വൈസ് ചെയ്യാറുണ്ട്. അങ്ങനെ ഉള്ളവരിൽ പ്രത്യേകിച്ചും
നിങ്ങൾക്ക് അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരു റിലേറ്റീവിന് ബ്രസ്റ്റ് ക്യാൻസർ അല്ലെങ്കിൽ മറ്റൊരു റിലേറ്റീവിന് അണ്ടാശയത്തിലെ ക്യാൻസർ, വേറെ ആൾക്ക് യൂട്രസിലെ ക്യാൻസർ, ഇങ്ങനെ കുറച്ച് സ്പ്രെഡ് ചെയ്തൊരു ഫാമിലി ട്രീയിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇതിന്റെ എല്ലാത്തിന്റെയും സ്ക്രീനിങ് ടെസ്റ്റ് ചെയ്യേണ്ടതാണ്. നമ്മളങ്ങനെ ഭയപ്പെട്ട് ജീവിക്കണം എന്നല്ല, നമുക്ക് നേരത്തെ കണ്ടുപിടിക്കാൻ ഈ പറയുന്ന എല്ലാ ക്യാൻസേഴ്സിനും ഇഫ് യു ആർ ഡിറ്റക്റ്റഡ് ഇൻ ആൻ ഏർലി സ്റ്റേജ്, നമുക്ക് നേരത്തെ തന്നെ ഡിറ്റക്ട് ചെയ്യാൻ പറ്റിയ തീർച്ചയായും ട്രീറ്റ്മെന്റ് ഉള്ള അസുഖങ്ങളാണ്. അപ്പം നമ്മളത് നേരത്തെ കണ്ടുപിടിക്കുക. അപ്പം നമ്മൾ പൊതുവേ കണ്ടിരിക്കുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ഈ ഒരു പ്രായത്തിലുള്ള സ്ത്രീകൾ, അതായത് ഒരു 40 വയസ്സ് കഴിഞ്ഞ സ്ത്രീകൾ അവരവരുടെ ഫാമിലിയുടെ കാര്യത്തിൽ ഭയങ്കര ഇൻവോൾവ് ആയിരിക്കും. അവരവരുടെ കുട്ടികൾ, ഹസ്ബൻഡിന്റെ കാര്യം, അവരുടെ ഹെൽത്ത്, അവരുടെ സ്കൂൾ കാര്യങ്ങൾ, ഇങ്ങനെയൊക്കെ അങ്ങ് പോകും. അപ്പൊ അവരുടേതായി വരുന്ന സിംറ്റംസിനെ എല്ലാം നെഗ്ലക്ട് ചെയ്യും. അല്ലെ അവരോട് പോയി ഒരു റുട്ടീൻ ചെക്കപ്പ് ചെയ്യാൻ പറയാനോ അങ്ങനെയൊന്നും ചിലപ്പോൾ ഫാമിലിയിൽ ആരും മെനക്കെട്ടെന്ന് വരത്തില്ല. അപ്പോൾ നമുക്ക് സെൽഫ് കെയർ എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. എല്ലാ സ്ത്രീകളും അവരവരുടെ ആരോഗ്യത്തിൽ ശ്രദ്ധിക്കുക. നമ്മൾ ആരോഗ്യവതികളായിരുന്നെങ്കിൽ മാത്രമേ നമ്മുടെ ഫാമിലി നമുക്ക് മുന്നോട്ട് നല്ലവണ്ണം കൊണ്ടുപോകാൻ പറ്റൂ. അപ്പോൾ ഇങ്ങനത്തെയൊക്കെ സിംറ്റംസ് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ യു നീഡ് ടു ഗെറ്റ് ഇവാലുവേറ്റഡ്. ഫാമിലി ഹിസ്റ്ററി ഓഫ് ക്യാൻസർ ഉള്ളവരെല്ലാം തന്നെ ക്യാൻസർ സ്ക്രീനിങ് ചെയ്യണം. എനിക്ക് ഇപ്പൊ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രിയ ശ്രോതാക്കളോട് പറയാനുള്ളത്, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇപ്പം തന്നെ പറഞ്ഞു, ഇതൊരു പാരമ്പര്യമായിട്ടും ഒക്കെ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ വരാം, അല്ലെങ്കിൽ നമുക്ക് ഇത് ഉണ്ടാവാനുള്ള സാധ്യതകളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ സംശയങ്ങൾ ഒരുപാട് വരുന്നൊരു കാര്യമാണ്. പ്രത്യേകിച്ച് കുട്ടികളിൽ പോലും ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഈ ആർത്തവ സമയത്തിലൊക്കെ വരുന്ന വയറുവേദന, അല്ലെ, കഠിനമായിട്ടുള്ള വയറുവേദന ഉണ്ട്. ഇവര് എണീക്കാൻ വയ്യാതെ കിടക്കാറുണ്ട്, അവശത തോന്നുന്ന സമയമുണ്ട്, നല്ല ബ്ലീഡിങ് ഉണ്ടാകാറുണ്ട്. ഇതുമൊക്കെ ഇതുമായി ശരിക്കും പ്രശ്നമാകുന്ന ഒരു സ്റ്റേജിലേക്ക് വരാറുണ്ടോ? തീർച്ചയായും ഉണ്ട്. കൗമാരപ്രായത്തിലുള്ള കുട്ടികൾ മിക്കപ്പോഴും നമ്മുടെ ഒപിയിൽ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളത് മനസ്സിലാക്കേണ്ട കാര്യം, മെനാർക്കി, അതായത് ഫസ്റ്റ് പീരീഡ്സ് വന്ന് ആദ്യത്തെ ഒരു 2 വർഷം എടുക്കും അവരുടെ ഹോർമോൺ ഒരു അഡൾട്ട് ലെവലിലേക്ക് എത്താൻ. അപ്പൊ ഈ ആദ്യത്തെ 2 വർഷത്തിനുള്ളിൽ കുറച്ച് ഇറഗുലർ ആയിട്ടുള്ള പീരീഡുകളൊന്നും നമുക്കങ്ങനെ ഒരു കുഴപ്പമായി വിചാരിക്കേണ്ട കാര്യമില്ല. അത് നമ്മളൊന്ന് ഇവാലുവേറ്റ് ചെയ്ത് ഒരു സ്കാനൊക്കെ ചെയ്ത് അണ്ടാശയവും ഗർഭാത്രവും എല്ലാം നോർമൽ ആണെന്ന് ഉറപ്പിച്ചാൽ നമുക്ക് നോർമൽ ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. പക്ഷെ ചില സമയങ്ങളിൽ കുട്ടികളിൽ വരുന്ന ചില മുഴകളുണ്ട്, അണ്ടാശയ മുഴകൾ. അതും ഇങ്ങനത്തെയൊക്കെയുള്ള പ്രസന്റേഷനായിട്ട് വരാം. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ നമുക്ക് ഏതൊരു സിറ്റുവേഷനിലാണെങ്കിലും അമിതമായിട്ടുള്ള ബ്ലീഡിങ് വന്ന് രക്തക്കുറവ് വന്ന് രക്തം കയറ്റേണ്ടി വരിക, അല്ലെങ്കിൽ ടാബ്ലറ്റ് എടുക്കേണ്ടി വരിക എന്നുള്ളത് അബ്നോർമൽ ആയിട്ടുള്ള കാര്യമാണ്. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ട്രീറ്റ്മെന്റ് വേണം. ചെറിയ ഇറഗുലാരിറ്റീസ് ഒന്നും വലിയ പ്രോബ്ലം ഇല്ല. ഓക്കെ, നമുക്ക് അതിലേക്ക് തന്നെ വരാം. പക്ഷെ നമുക്കൊരു ശ്രോതാവുണ്ട്, നോക്കാം ആരാണെന്ന്. ഹലോ. ഹലോ, ഡോക്ടറോട് ഇരിക്കാൻ പരിപാടിയാണ്. ഡോക്ടറോട് സംസാരിച്ചോളൂ ചേച്ചി, പേര് പറഞ്ഞ് സംസാരിച്ചോളൂ. ഹലോ, പറഞ്ഞോളൂ. നമസ്കാരം ഡോക്ടർ. നമസ്കാരം, പറഞ്ഞോളൂ. എനിക്ക് ഇപ്പം പീരീഡ് ജാനുവരി 2 വട്ടം വന്നായിരുന്നു കേട്ടോ. ഓക്കെ. കൊല്ലത്തു നിന്നാണ് ഞാൻ വിളിക്കുന്നത്. അമ്മയുടെ പേരെന്താ? സ്മിത എന്ന് പറയും. സ്മിത. എത്ര വയസ്സാണ്? മകളാണ്, 15 വയസ്സ് കഴിഞ്ഞ ഒരു മകളാണ്. 48 വയസ്സുണ്ട്. 48 വയസ്സ്. ലേറ്റായിരുന്നു വിവാഹം ഒക്കെ കഴിഞ്ഞത്. അങ്ങനെ എനിക്ക് ഈ ജാനുവരി 2 വട്ടം വന്ന്, ഫെബ്രുവരിയിൽ 1 വട്ടം വന്ന്, മാർച്ചിൽ 2 വട്ടം വന്ന്, ഏപ്രിലിൽ 2 വട്ടം വന്നു. അതെന്താ മാം? അത് തീർച്ചയായും നമ്മൾ എന്താണെന്ന് ഇവാലുവേറ്റ് ചെയ്യപ്പെടേണ്ട ഒരു സിറ്റുവേഷനാണ്. അതായത് 48 വയസ്സെന്ന് പറയുമ്പോൾ നമുക്ക് ഇന്ത്യൻ സ്ത്രീകളിൽ ഒരു 50-52 വയസ്സാണ് നമ്മൾ പീരീഡ് നിൽക്കാനായിട്ടുള്ള ഒരു കാലഘട്ടമായിട്ട് പറയുന്നത്. അപ്പോൾ ഈ പീരീഡ് നിൽക്കാറാവുന്ന സമയത്ത് പീരീഡ് ഇറഗുലർ ആകുന്നത് നോർമലാണ്. അത് ഇറഗുലർ ആവുന്ന വെച്ചാൽ നമുക്ക് മാസത്തിൽ ഒരിക്കൽ വന്നുകൊണ്ടിരുന്ന പീരീഡ് പതുക്കെ 2 മാസത്തിൽ അല്ലെങ്കിൽ 3 മാസത്തിൽ ഒരിക്കലാവും. പിന്നെ പയ്യെ ഇതിന്റെ ഡ്യൂറേഷൻ അങ്ങ് കൂടി 1 വർഷം വരാതിരിക്കുമ്പോൾ നമുക്ക് ആർത്തവ വിരാമമായി അഥവാ മെനോപോസ് ആയെന്ന് പറയാം. പക്ഷെ ഇതിന്റെ പാറ്റേൺ എങ്ങനെയാന്ന് വെച്ചാൽ ഇങ്ങനെ ഇപ്പൊ 3 മാസം വരാതിരുന്നിട്ട് നമുക്കൊരു പീരീഡ് വന്നാൽ ആ പീരീഡിന്റെ എമൗണ്ട്, ബ്ലീഡിങ്ങിന്റെ എമൗണ്ട് കുറവായിരിക്കണം. അപ്പൊ 3 മാസം വരാതിരുന്നിട്ട് പിന്നെ വരുന്ന പീരീഡിന് ഭയങ്കര ബ്ലീഡിംഗ് ആണെങ്കിൽ അത് എന്തോ ഒരു കുഴപ്പമുള്ള കാര്യമാണ്. നമ്മളത് സ്കാൻ ചെയ്ത് നോക്കണം. ഇപ്പൊ അമ്മയുടെ സിറ്റുവേഷനിൽ നമുക്ക് ബ്ലീഡിംഗ് കുറഞ്ഞു വരേണ്ട ഒരു കാലഘട്ടത്തിൽ കൂടി വരുക, 2 തവണ പീരീഡ്സ് വരുന്നു എന്നൊക്കെ പറയുമ്പോൾ നമ്മളൊരു സ്കാൻ ചെയ്ത് അണ്ടാശയത്തിലോ യൂട്രസിലോ എന്തെങ്കിലും മുഴകളോ പോളിപ്പുകളോ കട്ടിക്കൂടുതലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്ന് നമ്മളൊന്ന് നോക്കണം. അപ്പോൾ ഉടൻ തന്നെ ഒരു ഗൈനക്കോളജിസ്റ്റിനെ ബന്ധപ്പെട്ട് ഒരു സ്കാൻ ചെയ്ത് നോക്കേണ്ടത് അത്യാവശ്യമാണ്. കാര്യം ഇങ്ങനെ ബ്ലീഡ് ചെയ്തോണ്ടിരുന്നാൽ നമ്മുടെ ശരീരത്തിൽ രക്തത്തിന്റെ അളവ് കുറഞ്ഞു പോകും. പിന്നെ വേറെ എന്തെങ്കിലും കുഴപ്പമുള്ള കാര്യങ്ങളുടെ തുടക്കമാണോ എന്നൊക്കെ ഉള്ളത് നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് ഇങ്ങനത്തെ ഒരു ബ്ലീഡിംഗ് പാറ്റേൺ ഉണ്ടെങ്കിൽ ഉടനെ തന്നെ ഒരു ഗൈനക്കോളജിസ്റ്റുമായിട്ട് ബന്ധപ്പെടണം. ഓക്കെ. പിന്നെ മാം,
എന്റെ മോള് ഇപ്പം 3 വർഷമായി പ്രായപൂർത്തിയായിട്ട്. അയാൾക്ക് ഇപ്പം മാസം കറക്റ്റ് അല്ല. അതെന്താണ്? അതിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. പീരീഡ്സ് തുടങ്ങുന്ന മക്കളില് ആദ്യത്തെ ഒരു 2 വർഷം കുറച്ച് ഇറഗുലർ ആയിരിക്കും. അതിൽ നമ്മൾ ഭയപ്പെടേണ്ട കാര്യമില്ല. ബ്ലീഡിങ്ങിന്റെ എമൗണ്ട് വളരെ കൂടുതലാണ്, ഒത്തിരി കട്ടയായിട്ട് പോകുന്നുണ്ട്, കുഞ്ഞിന് ക്ഷീണമുണ്ട്, അങ്ങനെയൊക്കെയുള്ള സിംറ്റംസ് ഉണ്ടെങ്കിൽ സ്കാനൊക്കെ ചെയ്ത് നോക്കണം. അല്ലാതെ കുറച്ച് 2-3 മാസം കൂടുമ്പോൾ വരുന്ന പീരീഡ് നോർമലാണെങ്കിൽ കുഴപ്പമില്ല. പിന്നെ അതുമായി ബന്ധപ്പെട്ട് അവൾക്ക് ശരീരത്തിൽ അമിതമായിട്ടുള്ള രോമ വളർച്ച, പെട്ടെന്ന് വണ്ണം വെക്കുക, അങ്ങനെയൊക്കെയുള്ള ടെൻഡൻസികൾ ഉണ്ടെങ്കിൽ നമ്മൾ കുറച്ച് സൂക്ഷിക്കണം. വെയിറ്റ് കുറച്ച് സാധാരണ രീതിയിൽ നിന്ന് എക്സസ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് ഗൈനക്കോളജിസ്റ്റിനെ ബന്ധപ്പെടുക. ബിക്കോസ് ഇപ്പൊ നമ്മുടെ ഈ ലൈഫ് സ്റ്റൈലിന്റെ ഭാഗമായിട്ടൊക്കെ വളരെ ചെറിയ കുഞ്ഞുങ്ങളിലൊക്കെ തന്നെ ഈ PCOD, പോളിസിസ്റ്റിക് ഓവറിയുടെ സിംറ്റംസ് ഒരുപാട് കണ്ടുവരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് മകൾക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു ചേഞ്ച് ഉണ്ടോ എന്നൊക്കെ ഉള്ളതൊന്ന് ഇവാലുവേറ്റ് ചെയ്യാനും അമ്മ ഒരു ഗൈനക്കോളജിസ്റ്റിനെ തന്നെ ബന്ധപ്പെടണം. വേറെ ചെയ്യണ്ടല്ലോ, വേണ്ട, പേടിക്കേണ്ട കാര്യമില്ല. മിക്കവാറും ആദ്യത്തെ 2 വർഷം തെറ്റി വരുന്ന നോർമലാ. പിന്നെ കുറച്ച് വെയിറ്റ് ഒക്കെ കൂടുന്നെന്ന് പറഞ്ഞുകൊണ്ട് നമുക്കൊന്ന് ഹോർമോൺ പ്രൊഫൈലുകളൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്യാം. ഓക്കെ, താങ്ക് യു. ഓക്കെ, വിളിച്ചൊരു സന്തോഷമ്മ. പലപ്പോഴും അമ്മമാർക്കാണ് ടെൻഷൻ കുഞ്ഞുങ്ങളെ കുറിച്ചിട്ട് ഇത്തരം ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ എന്ത് ചെയ്യാം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടാണ് നമ്മൾ നേരത്തെ സംസാരിച്ചു കൊണ്ടിരുന്നത്, കുട്ടികൾക്ക് ബ്ലീഡിങ് കൂടുതലാണ്. അതല്ല എങ്കിൽ ഇപ്പം ചിലരിൽ കേട്ടിട്ടുണ്ടോ മാം, 7 ദിവസവും കഴിഞ്ഞിട്ട് ബ്ലീഡിങ് കാണുന്നു എന്ന് പറയാറുണ്ട്. അത് തീർച്ചയായിട്ടും ഈ ബ്ലീഡിങ്ങിന്റെ എമൗണ്ട് കൂടുന്നത് എപ്പോഴും എന്തെങ്കിലും ഒരു അബ്നോർമാലിറ്റിയുമായും ബന്ധപ്പെട്ടാണ്. അത് ഓരോ പ്രായത്തിലും അതിന്റെ കാരണങ്ങൾ വ്യത്യാസമാണ്. അപ്പൊ ചെറിയ പ്രായത്തിൽ കുഞ്ഞുങ്ങളിൽ ബ്ലീഡിങ് കൂടുതലായി നിൽക്കുമ്പോൾ നമ്മൾ മെയിനായിട്ടും അവരുടെ ഒന്ന് യൂട്രസിലുള്ള എന്തെങ്കിലും സ്ട്രക്ചറൽ പ്രോബ്ലംസ് ഉണ്ടോ എന്ന് നമ്മൾ സ്കാൻ ചെയ്ത് നോക്കണം, മുഴകളോ മറ്റോ ഉണ്ടോ എന്ന്. പിന്നെ ഒന്നുള്ളതെന്ന് വെച്ചാൽ ചിലപ്പോൾ രക്തം കട്ടപിടിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അസുഖങ്ങളുടെ തുടക്കത്തിലുള്ള സിംറ്റം ആദ്യമായി പീരീഡ് വരുന്ന കുഞ്ഞുങ്ങളിൽ ഒരുപാട് ബ്ലീഡിങ് വരുമ്പോഴായിരിക്കും. അപ്പൊ പലപ്പോഴും നമ്മൾ അങ്ങനെ അവരെ ആ ഒരു പ്രൊഫൈൽ ചെയ്യുമ്പോൾ ചിലർക്ക് അങ്ങനത്തെ ഉള്ള അസുഖങ്ങളൊക്കെ നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ടോപ്പിക്കിലോട്ടൊന്ന് വരാം. ശരിക്കും ഗർഭാശയ രോഗങ്ങളും ലാപ്രോസ്കോപ്പിയും അഥവാ കീഹോൾ സർജറിയും എന്നുള്ളതാണ് നമ്മുടെ ടോപ്പിക്ക്. അപ്പോൾ നമുക്ക് കീഹോൾ സർജറി ഏതൊക്കെ ഗർഭാശയ രോഗങ്ങൾക്ക് ഉപകാരപ്രദമാണ്, ഒരു കീഹോൾ സർജറി ഒരു നോർമൽ സർജറിയിൽ നിന്നും എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്നൊക്കെ ഉള്ളത് ഒരു ജനറൽ ആയിട്ടുള്ള ഒരു ഔട്ട്ലൈൻ ഞാൻ തരാം. അതിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്കൊരു കോൾ ഉണ്ട്. ആ കോളിലേക്ക് പോവാം. ഹലോ, സ്വാഗതം ഡോക്ടറോട് ഇരിക്കാൻ പരിപാടിയിലേക്ക്. എന്റെ പേര് ബാർബര എന്നാണേ. എനിക്കാണെങ്കിലേ പറഞ്ഞോളൂ. പിന്നെ ഈ മൂലക്കുരുവിന് ഒരു 3-4 മുഴ പോലുണ്ട്. മലം പോകാനൊക്കെ ഭയങ്കര പാടാണ്. പിന്നെ ശ്വാസം മുട്ടും. ഇപ്പൊ ഒത്തിരി ദിവസം കൊണ്ട് അങ്ങ് ഭയങ്കര ശ്വാസം മുട്ടും, വയറ്റിന് പെരുക്കം പോലെയാണ്. ഓടി നടക്കാനൊക്കെ ഭയങ്കര പാടാണ് ഇപ്പൊ. അപ്പൊ അമ്മയ്ക്ക് ഈ ഹെമറോയിഡ് അഥവാ മൂലക്കുരു കാരണം ഒരുപാട് ബ്ലീഡിംഗ് ഒക്കെ ഉണ്ടാകുന്നുണ്ട്, നല്ല വേദനയൊക്കെ ഉണ്ട്, വലിയ വലിയ മുഴകളായിട്ടാണ് നിൽക്കുന്നതെങ്കിൽ അത് നമുക്ക് ചിലപ്പോൾ സർജിക്കലി റിമൂവ് ചെയ്യേണ്ടി വരും. അത് നമ്മൾ കണ്ടാലേ പറയാൻ പറ്റത്തുള്ളൂ. നമ്മളത് എക്സാമിൻ ചെയ്ത് അത് എത്രത്തോളം അമ്മയ്ക്ക് സിവിയർ ആയിട്ടുണ്ട് എന്നുള്ളത് അറിയണം. വയറിന് വീർപ്പവും അങ്ങനെ വേദനയൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായും ഒരു സ്കാനും കൂടെ ചെയ്ത് നോക്കണം. മിക്കവാറും ഈ മലബന്ധമുള്ള ആൾക്കാരിൽ ഈ മലം പോകാനായിട്ടുള്ള തടസ്സം ഉണ്ടാകുമ്പോൾ നമ്മൾ കൂടുതലായിട്ട് ശക്തി പ്രയോഗിക്കുമ്പോൾ ആ ഭാഗത്ത് മുറിവുകൾ ഉണ്ടാകാനും ബ്ലീഡിംഗ് ഉണ്ടാകാനും ഇൻഫെക്ഷൻ ഉണ്ടാകാനും ഒക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അമ്മ അതിനൊരു സർജൻ ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് അത് എത്രത്തോളം തീവ്രമായിട്ട് ആ രോഗം ഉണ്ട് എന്നുള്ളത് നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ട് വേണം അതിന്റെ ട്രീറ്റ്മെന്റ് നടത്താൻ. പിന്നെ മെയിനായിട്ട് ആഹാരത്തിൽ അമ്മ ശ്രദ്ധിക്കേണ്ടത് നാരടങ്ങിയ ആഹാരം നന്നായിട്ട് കഴിക്കുക. നാരടങ്ങിയ ആഹാരം, ഫ്രൂട്ട്സും വെജിറ്റബിൾസും, നന്നായിട്ട് വെള്ളമൊക്കെ കുടിക്കുക. അങ്ങനെയൊക്കെയുള്ള ഫൈബർ റിച്ച് ആയിട്ടുള്ള ആഹാരങ്ങൾ കഴിക്കുമ്പോൾ അമ്മയ്ക്ക് ഈ മലം പോകാനുള്ള തടസ്സം ഇച്ചിരി കുറയും. അപ്പൊ ഈ രോഗം ഇത്തിരി ഒന്ന് കൺട്രോളിൽ വരികയും ചെയ്യും. അപ്പോൾ വിളിച്ചതിൽ സന്തോഷം. കേട്ടുകൊണ്ടിരിക്കുന്നത് ഡോക്ടറോട് ചോദിക്കാൻ തത്സമയ ഫോണിൻ പ്രോഗ്രാമാണ്. അപ്പോൾ ഡോക്ടർ നമ്മൾ സംസാരിച്ചതിലേക്ക് വരാം അല്ലേ? അതെ, ഗർഭാശയ രോഗങ്ങളിൽ ഏതൊക്കെ രോഗങ്ങളാണ് നമുക്ക് കീഹോൾ സർജറി വഴി പരിഹരിക്കാൻ പറ്റുക? കുറെ പേർക്കുള്ള ഒരു ഡൗട്ടാണ്. എല്ലാ രോഗങ്ങളും കീഹോൾ സർജറി വഴി പരിഹരിക്കാൻ പറ്റുമോ? ശരിക്കും ഇപ്പൊ പറഞ്ഞ ഗൈനക്കോളജിയിൽ നമ്മൾ ചെയ്യുന്ന എല്ലാ സർജറികളും എക്സെപ്റ്റ് സിസേറിയൻ ഒഴികെയുള്ള ബാക്കി എല്ലാ സർജറികളും ലാപ്രോസ്കോപ്പി വഴി തന്നെ നമുക്ക് പരിഹരിക്കാൻ പറ്റും എന്നുള്ള സിറ്റുവേഷനിൽ
ലെവലിലോട്ടാണ് നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അത്രയും അഡ്വാൻസ്മെന്റ്സ് ലാപ്രോസ്കോപ്പിയിൽ വന്നിട്ടുണ്ട്. സ്ത്രീകളിൽ അമിത രക്തസ്രാവം ഉണ്ടാക്കാവുന്ന ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ കാണുന്ന മുഴയെന്ന് പറയുന്നത് ഫൈബ്രോയിഡ് മുഴകളാണ്. അപ്പോൾ ഫൈബ്രോയിഡ് മുഴകൾ, പിന്നെ യൂട്രസിന്റെ കട്ടി കൂടുതലുള്ള മുഴകൾ, അതായത് അഡിനോമയോസിസ്, പിന്നെ യൂട്രസിന്റെ ഇന്നർ ലൈനിങ് ഉണ്ട്, എൻഡോമെട്രിയം നമ്മൾ പറയും, അതിന് കട്ടി കൂടുക, എൻഡോമെട്രിയൽ ഹൈപ്പർപ്ലേസിയ, പോളിപ്പ്, ചെറിയ ചെറിയ ഞൊണലുകൾ പോലെ യൂട്രസിനകത്ത് ഉണ്ടാവുക, പിന്നെ ട്യൂബിലും അണ്ടാശയത്തിലും മുഴകളും വെള്ളക്കെട്ടും ഒക്കെ ഉണ്ടാവുക, അങ്ങനെയൊക്കെയുള്ള, പിന്നെ ഗർഭധാരണത്തിന് തടസ്സമുണ്ടാക്കുന്ന രീതിയിലുള്ള സിസ്റ്റുകൾ ഉണ്ടാവുക, പിന്നെ പോളിസിസ്റ്റിക് ഓവറി, അതും ഗർഭധാരണത്തിന് തടസ്സം ഉണ്ടാക്കുന്നു. നമ്മൾ എത്ര മരുന്നുകൾ കൊടുത്തിട്ടും ഓവുലേഷൻ അഥവാ അണ്ടോൽപാദനം നടക്കുന്നില്ല. അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷനിൽ നമുക്ക് PCODക്ക് വേണ്ടിയിട്ടുള്ള പങ്ക്ചർ ട്രീറ്റ്മെന്റ്, പിന്നെ ട്യൂബിൽ ബ്ലോക്ക് ആയിരിക്കുന്ന വന്ധ്യതാ ചികിത്സ, അതിന്റെ ട്യൂബിന്റെ ബ്ലോക്ക് മാറ്റുക, പിന്നെ ഈ ഒട്ടലുകൾ ഉണ്ടാക്കുന്ന ചില എൻഡോമെട്രിയോസിസ് എന്ന് പറയുന്ന ചോക്ലേറ്റ് സിസ്റ്റ് എന്ന് പറയുന്ന മുഴകള്, അത് മാറ്റുക, പിന്നെ ട്യൂബൽ സ്റ്റെറിലൈസേഷൻ, നമുക്ക് പ്രസവം നിർത്തുന്ന ശസ്ത്രക്രിയ, പിന്നെ ഗർഭാശയത്തിന്റെ അണ്ടാശയത്തിന്റെ ക്യാൻസറുകൾ പോലെയുള്ള മാരകമായിട്ടുള്ള രോഗങ്ങളുടെ ഏർലി സ്റ്റേജ്, അതിന്റെ ഡയഗ്നോസിസ്, ഇങ്ങനെ എന്തൊക്കെ ഗൈനക്കോളജിയിൽ സർജറികൾ ചെയ്യാമോ അതെല്ലാം തന്നെ കീഹോൾ വഴി നമുക്ക് ഇപ്പൊ ചെയ്യാൻ പറ്റും. കീഹോൾ അഥവാ മിനിമൽ ഇൻവേസീവ് സർജറി അഥവാ താക്കോൽദാര ശസ്ത്രക്രിയ, അത് എങ്ങനെയാണ് ഒരു നോർമൽ സർജറിയിൽ നിന്നും വ്യത്യസ്തമായിരിക്കുന്നത്? അതിലേക്ക് വരാം. നമുക്ക് ഒരു കോൾ കൂടിയുണ്ട് ഡോക്ടർ. ഹലോ. ഹലോ, സ്വാഗതം ഡോക്ടറോട് ഇരിക്കാൻ പരിപാടിയിലേക്ക്. ഡോക്ടറോട് സംസാരിച്ചോളൂ കേട്ടോ. ശരി. ഡോക്ടർ നമസ്കാരം. പറഞ്ഞോളൂ. നമസ്കാരം. എന്റെ മോൾക്ക് വേണ്ടിയാ. മോൾക്ക് ഈ നമ്മളുടെ മൂത്രമൊഴിക്കുന്ന സ്ഥലത്തിന്റെ ആ രോമം ഉള്ളിടത്തൊക്കെ ഭയങ്കര ചൊറിച്ചിലാണ്. ഒത്തിരി നാളുകൊണ്ടേ. എത്ര വയസ്സുണ്ട് കുഞ്ഞിന്? 20 വയസ്സുണ്ട്. 20 വയസ്സ്. ഓക്കെ. പീരീഡ്സ് ആയ അന്ന് തൊട്ട് ഇങ്ങനെ ചൊറിച്ചിലുണ്ടെന്ന് അമ്മോള് പറയുന്നത്. അപ്പൊ അവിടുത്തെ രോമം റിമൂവ് ചെയ്തിട്ടും ചൊറിച്ചിലുണ്ടെന്ന്. അത് മെയിനായിട്ടും ഈ പ്രായത്തിലുള്ള കുഞ്ഞുങ്ങളിൽ അവര് സ്കൂളിലും കോളേജിലൊക്കെ പോകുമ്പോഴത്തേക്കും ഈ അണ്ടർഗാർമെന്റ്സ് ഒക്കെ കുറച്ച് വെറ്റായിട്ടിരിക്കുമ്പോൾ അവിടെ ഫംഗൽ ഇൻഫെക്ഷൻസ് വരും. അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ ചൊറിച്ചിലുണ്ടാവുകയും വെള്ളപ്പൊക്കം ഉണ്ടാവുകയും ചെയ്യുന്നത്. അപ്പൊ അതിനുള്ള പരിഹാരം ആന്റി ഫംഗൽ ട്രീറ്റ്മെന്റും ക്രീമുകളും അവൈലബിൾ ആണ്, അതിന് ഗുളികകൾ അവൈലബിൾ ആണ്. അതെല്ലാം കഴിക്കുക. നമ്മുടെ പേഴ്സണൽ ഹൈജീനിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് തീർച്ചയായും ഡോക്ടറെ കാണണം. ഡോക്ടറെ കണ്ട് അതിന്റെ സിവിയറിറ്റി അസസ് ചെയ്തിട്ടാണ് നമ്മൾ അതിന്റെ ട്രീറ്റ്മെന്റ് കൊടുക്കുക. നമ്മുടെ പേഴ്സണൽ ഹൈജീനിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നമ്മളെല്ലാ അണ്ടർഗാർമെന്റ്സും കോട്ടൺ അണ്ടർഗാർമെന്റ്സ് യൂസ് ചെയ്യുക, നല്ല തിളച്ച വെള്ളത്തിലിട്ടിട്ട് നല്ല വെയിലത്തിട്ട് ഉണക്കുക. പിന്നെ കുഞ്ഞുങ്ങൾ ബാത്റൂമിലൊക്കെ പോയിട്ട് വരുമ്പോൾ നനവോടുകൂടി അണ്ടർഗാർമെന്റ്സ് ധരിക്കാതിരിക്കുക. എപ്പോഴും ഒരു ടവൽ കയ്യിൽ കരുതാൻ പറയുക. വജൈനൽ ഏരിയ നല്ല ക്ലീനായി സൂക്ഷിക്കുക. പിന്നെ എപ്പോഴും ഞാൻ എല്ലാവരോടും പറയാറുണ്ട്, നമ്മൾ ഈ സോപ്പിന്റെ അമിതമായിട്ടുള്ള ഉപയോഗം ശരിക്കും പറഞ്ഞാൽ വജൈനൽ ഇൻഫെക്ഷൻസിനെ കൂട്ടും. അതായത് നമ്മൾ ഓവറായിട്ട് വൃത്തിയാക്കാൻ ശ്രമിച്ചാൽ കൂടുതലായിട്ട് ഇൻഫെക്ഷൻ വരും. കാര്യം നമുക്ക് ബെനിഫിഷ്യൽ ആയിട്ടുള്ള കുറെ ഓർഗാനിസംസ് വജൈനയിലുണ്ട്. അത് നമുക്ക് അവിടെ തന്നെ വേണം. അത് നമ്മുടെ വജൈനയുടെ pH മെയിൻറ്റെയിൻ ചെയ്യാൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് വജൈന വാഷ് ചെയ്യുക, ക്ലീൻ ചെയ്യുക, ഡൗഷ് ചെയ്യുക, സോപ്പ് ഉപയോഗിക്കുക എന്നൊക്കെ പറയുമ്പോൾ അതിന്റെ pH പതുക്കെ മാറാൻ തുടങ്ങും. അങ്ങനെ വരുമ്പോൾ ഈ ഇൻഫെക്ഷൻസ് റിപ്പീറ്റഡ് ആയിട്ട് വരും. അപ്പൊ സാധാരണ സോപ്പുകൾക്ക് പകരം pH മെയിൻറ്റെയിൻ ചെയ്യുന്ന വജൈനൽ വാഷുകളുണ്ട്, അത് യൂസ് ചെയ്യുക. ഫംഗൽ ഇൻഫെക്ഷന്റെ ട്രീറ്റ്മെന്റ് എടുക്കുക. നനവ് അണ്ടർഗാർമെന്റ്സിൽ മാക്സിമം വരാതെ നോക്കുക. ഈ പാൻറ്റി ലൈനർ പോലെയുള്ള ചെറിയ കട്ടി കുറഞ്ഞ പാഡുകൾ മേടിക്കാൻ കിട്ടും. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കുഞ്ഞുങ്ങൾക്ക് അത് നമ്മൾ സ്കൂളിലൊക്കെ പോകുന്ന സമയത്ത് അല്ലെങ്കിൽ കോളേജിൽ പോകുന്ന സമയത്ത് ഉപയോഗിച്ചാൽ ദേ ക്യാൻ ചേഞ്ച് ഇറ്റ്, ഇടയ്ക്കിടയ്ക്ക് അത് മാറ്റാം. അപ്പൊ ആ നനവ് തങ്ങി നിൽക്കുന്ന ഒരു അവസ്ഥ വരത്തില്ല. അങ്ങനെയൊക്കെയുള്ള മെഷേഴ്സ് എടുത്താൽ നമുക്കിത് കുറയ്ക്കാൻ പറ്റും. ആദ്യം നമ്മളൊരു ഡോക്ടറെ കണ്ട് ഇത് എത്ര സിവിയർ ആയിട്ട് ഈ ഇൻഫെക്ഷൻ ഉണ്ട് എന്നുള്ളത് നോക്കിയിട്ടാണ് നമ്മൾ അതിന്റെ ഫെർദർ ട്രീറ്റ്മെന്റ് ഡിസൈഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ കീഹോൾ അതിനെ കുറിച്ചിട്ടാണ് അല്ലേ? അതിലേക്ക് തന്നെ വരാം. നമ്മൾ കീഹോൾ സർജറിയെ കുറിച്ച് പറയുമ്പോൾ ഞാൻ പറഞ്ഞു ഗൈനക്കോളജിയിലെ എല്ലാ സർജറികളും നമുക്ക് ഇപ്പോൾ കീഹോൾ വഴി തന്നെ ചെയ്യാൻ പറ്റും. അപ്പൊ എന്താണ് അഡ്വാൻറ്റേജ്, എന്താണ് നമ്മളൊരു താക്കോൽദാര ശസ്ത്രക്രിയ തിരഞ്ഞെടുക്കുമ്പോൾ ഒരു ഓപ്പൺ സർജറിയിൽ നിന്ന് നമുക്ക് വരുന്ന അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? സാധാരണയായി നമ്മൾ ഗൈനക്കോളജിയിൽ ഈ പറയുന്ന അണ്ടാശയം റിമൂവ് ചെയ്യുന്നതോ അല്ലെങ്കിൽ യൂട്രസ് റിമൂവ് ചെയ്യുന്നതോ ആയിട്ടുള്ള സർജറികൾ ചെയ്യുമ്പോൾ ഒരു 10 സെന്റിമീറ്റർ മുതൽ 12 സെന്റിമീറ്റർ വരെ വലുപ്പമുള്ള ഒരു മുറിവ് നമ്മൾ വയറിൽ ഉണ്ടാക്കിയിട്ട് അത് ചിലപ്പോൾ ലംബമായിട്ടോ തിരച്ചീനമായിട്ടോ വെർട്ടിക്കലോ ട്രാൻസ്വേഴ്സോ ഒക്കെ ആയിട്ട് നമ്മൾ ഓരോ സിറ്റുവേഷൻ അനുസരിച്ച് നമ്മളിടും. എന്നിട്ട് ലെയർ ആയിട്ട് നമ്മൾ അബ്ഡമൻ തുറന്ന് വയറ് തുറന്നിട്ടാണ് സർജറികൾ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയുള്ള സർജറിയിൽ നിന്നും അതൊരു ട്രഡീഷണൽ വേ ഓഫ് ഡൂയിങ് ആണ്. അതിൽ നിന്നും വ്യത്യസ്തമായി നമ്മൾ വളരെ സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റ്സ് യൂസ് ചെയ്ത് ഈ 10 സെന്റിമീറ്റർ വലുപ്പത്തിലുള്ള മുറിവിന് പകരം വെറും 1 സെന്റിമീറ്റർ വലുപ്പത്തിലുള്ള ഒരു മുറിവ് മാത്രം വയറിൽ ഉണ്ടാക്കി അതിനുള്ളിൽ
സർജറിയിലൂടെ ഇതേ സർജറികൾ ചെയ്യുന്ന മെത്തേഡിനെയാണ് നമ്മൾ കീ ഹോൾ സർജറി എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ എന്ത് അഡ്വാൻറ്റേജ് ആണ് പേഷ്യന്റ് ഉണ്ടാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പോസ്റ്റ് ഓപ്പറേറ്റീവായിട്ട് മെയിനായിട്ടും ഓപ്പറേഷൻ കഴിഞ്ഞിട്ടുള്ള വേദന അത് വളരെ ഭയങ്കര ഡിഫറൻസ് ആണ് രണ്ടും തമ്മിൽ. അതായത് നമുക്കറിയാം ഈ 10 സെന്റിമീറ്റർ വലുപ്പത്തിലുള്ള ഒരു മുറിവായിട്ട് നമുക്ക് 2-3 ദിവസം കഴിഞ്ഞ് ശരിക്കും അനങ്ങാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞിട്ട് അത് ഹീൽ ചെയ്ത് വരാനുള്ള സമയം നമുക്ക് പണ്ടൊക്കെ യൂട്രസിന്റെ സർജറി കഴിഞ്ഞാൽ 3 മാസം റെസ്റ്റ് ആണ്. ഇപ്പോൾ ആ സിനാരിയോ ഒക്കെ മാറി. നമ്മൾ താക്കോൽദ്വാര ശസ്ത്രക്രിയയുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അഡ്വാൻറ്റേജ് പോസ്റ്റ് ഓപ്പറേറ്റീവ് റിക്കവറി ടൈം അത് വളരെ കുറവാണ്. പേഷ്യന്റിന് ഓപ്പറേഷൻ കഴിഞ്ഞ് 2-ാമത്തെയോ 3-ാമത്തെയോ ദിവസം തന്നെ ഹോസ്പിറ്റൽ വിടാൻ സാധിക്കും. ഒരാഴ്ചക്കുള്ളിൽ തന്നെ അവരുടെ നോർമൽ റുട്ടീൻ ആക്ടിവിറ്റീസ് എല്ലാം തന്നെ റീഗെയിൻ സാധിക്കാം. 1 മാസത്തിനകം തന്നെ നിങ്ങൾക്ക് തിരിച്ച് ജോലിയിൽ പ്രവേശിക്കാനും സാധിക്കും. അതാണ് അതിന്റെ ഒരു അഡ്വാൻറ്റേജ്. നമുക്കൊന്ന് കോളിലേക്ക് പോവാം. ഹലോ ഹലോ, സ്വാഗതം ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക്. ഡോക്ടറോട് സംസാരിച്ചോളൂ കേട്ടോ. ഹലോ ഡോക്ടർ, എന്റെ പേര് ഷീജ. ഹലോ ഷീജ. എന്റെ വയസ്സ് 47 വയസ്സുണ്ട്. ഓക്കെ. ഇപ്പം 58 ദിവസമായി സർജറി കഴിഞ്ഞ്. ഓപ്പൺ സർജറി ആയിരുന്നു, യൂട്രസ് റിമൂവല്. ഓക്കെ. അപ്പൊ നമ്മള് എങ്ങനെയാ ഇതിന്റെ റെസ്റ്റിംഗ് പീരീഡ് എത്ര നാളൊക്കെ വേണ്ടി വരും? നമ്മൾ സാധാരണയായിട്ട് എല്ലാ സർജറിക്കും 45 ഡേയ്സ് ആണ് റെസ്റ്റിംഗ് പീരീഡ് വരുന്നത്. അതായത് ഒരു മുറിവ് ഉണങ്ങി വരാൻ എടുക്കുന്ന സമയം. എങ്കിൽ തന്നെ അത് കഴിഞ്ഞ് ഈ വെയിറ്റ് എടുക്കുക അതുപോലെയുള്ള ഒരു സ്ട്രെയിനുള്ള ജോലികളൊക്കെ ഒഴിവാക്കണം ഫോർ 2 months. അത്രേ ഉള്ളൂ. ഇപ്പൊ 58 ദിവസം കഴിഞ്ഞെങ്കിൽ ഷിജിയുടെ ഡോക്ടർ മറ്റേ മുറിവുകളെല്ലാം ഉണങ്ങിയിട്ടുണ്ട്, വേറെ കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലെങ്കിൽ റുട്ടീനായിട്ടുള്ള എല്ലാ ജോലികളും ഇനി റീസ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ ചൂട്, ഭയങ്കരമായ ചൂട് ദേഹത്ത് എവിടെ പുറത്ത് ഒക്കെ ഇറങ്ങിയാലൊന്നും ഒട്ടും പണ്ടത്തെ പോലെ പറ്റുന്നില്ല. യൂട്രസിനോടൊപ്പം തന്നെ ഓവറീസ് റിമൂവ് ചെയ്തിട്ടുണ്ടോ? അണ്ടാശയങ്ങളും അത് അതിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. നമ്മൾ അണ്ടാശയം റിമൂവ് ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് ഒരു സർജിക്കലി നമ്മൾ റിമൂവ് ചെയ്യുമ്പോൾ നമ്മൾ സാധാരണ പീരീഡ് നിൽക്കുന്നവരിനേക്കായും കുറച്ച് കൂടുതൽ ശരീരത്തിന് ചൂട്, വിയർപ്പൊക്കെ കൂടുതലായിരിക്കും. അത് നിങ്ങളുടെ ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് അതിനുള്ള ട്രീറ്റ്മെന്റ് അവൈലബിൾ ആണ്. നമ്മുടെ ആഹാരത്തിൽ ഈ ഫൈറ്റോ ഈസ്ട്രജൻസ് അടങ്ങിയ ആഹാരം, അതായത് ഈ ചേന, ചേമ്പ്, കാച്ചിൽ പോലെയുള്ള ആഹാരത്തിൽ കുറെ ഫൈറ്റോ ഈസ്ട്രജൻസ് ഉണ്ട്, സോയാബീൻ. അപ്പൊ അതൊക്കെ കഴിക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ അതിനുള്ള ട്രീറ്റ്മെന്റ് ആയിട്ട് അവൈലബിൾ ആണ്. അത് സ്റ്റാർട്ട് ചെയ്താൽ അത് ആ ബുദ്ധിമുട്ട് നന്നായി കുറയും. ഓക്കെ ഡോക്ടർ, നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നതിലേക്ക് വരാം. മുറിവിന്റെ വലുപ്പത്തിലുണ്ടാകുന്ന വ്യത്യാസം കാരണമുള്ള പെയിനിന്റെ കുറവ് മാത്രമല്ല ലാപ്രോസ്കോപ്പിയുടെ അഡ്വാൻറ്റേജ്. ലാപ്രോസ്കോപ്പി സർജറിയിൽ നമ്മൾ ശരിക്കും ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ 10 മില്ലിമീറ്റർ, അതായത് 1 സെന്റിമീറ്റർ നീളമുള്ള ഒരു മുറിവുണ്ടാക്കി അതിലൂടെ ഒരു ടെലസ്കോപ്പ് നമ്മുടെ വയറിനുള്ളിലേക്ക് കടത്തും. ആ ടെലസ്കോപ്പ് ഒരു ക്യാമറയുമായി ഘടിപ്പിച്ചിട്ട് അതൊരു സ്ക്രീനിലേക്ക് നമ്മൾ പ്രൊജക്ട് ചെയ്യും. അപ്പൊ നമുക്ക് നമ്മൾ ഈ സ്കോപ്പ് ഇടുമ്പോൾ വയറിനുള്ളിലുള്ളതെല്ലാം നമുക്ക് സ്ക്രീനിൽ ഒരു 20 ടൈംസ് മാഗ്നിഫിക്കേഷനിൽ കാണാൻ പറ്റും. അതായത് നമുക്ക് അതിനകത്തുള്ള അസുഖം എന്താണെന്ന് വളരെ കൃത്യതയോടുകൂടി നിർണ്ണയിക്കാനും ആ ഓപ്പറേഷനുകൾ വളരെ സൂക്ഷ്മമായി തന്നെ ചെയ്യാനും സാധിക്കും. അപ്പൊ നമ്മൾ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണുന്നതിലും 20 ടൈംസ് മാഗ്നിഫിക്കേഷനിൽ ചെയ്യുമ്പോൾ അത്ര കൃത്യതയോടുകൂടി നമുക്ക് ആ സർജറി പെർഫോം ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ കീഹോൾ സർജറിയിൽ പോസ്റ്റ് ഓപ്പറേറ്റീവായിട്ട് വരുന്ന പെയിന് സാധാരണ സർജറിയൊക്കെ ബ്ലീഡിങ് കുറവായിരിക്കും, റിക്കവറി ടൈം കുറവായിരിക്കും, ഇൻഫെക്ഷൻ റിസ്ക് കുറവായിരിക്കും. പിന്നെ ചില സർജറീസ് കഴിഞ്ഞതുപോലെ വലിയ മുറിവുകളാവുമ്പോൾ ഹെർണിയ, പിന്നെ ഭാവിയിൽ ഹെർണിയ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്, അതിന്റെ റിസ്ക് കുറവായിരിക്കും. വൂണ്ടിന്റെ ഇൻഫെക്ഷൻ വരാനുള്ള റിസ്ക് കുറവായിരിക്കും. ഓപ്പൺ സർജറികളിൽ പിന്നെ നമുക്ക് എന്തെങ്കിലും കാരണവശാൽ സർജറി ചെയ്യേണ്ടി വന്നാൽ എല്ലാ ഓർഗൻസും തമ്മിൽ അഡേഷൻസ് ഉണ്ടാവും. അഡേഷൻ എന്ന് പറഞ്ഞാൽ ഒട്ടിപ്പിടിക്കലുകൾ ഉണ്ടാവും. അപ്പൊ ഈ ഒട്ടിപ്പിടിക്കലുകൾ ലാപ്രോസ്കോപ്പിക് സർജറിക്ക് ശേഷം വളരെ കുറവായിരിക്കും. അത് കുറയുന്നതുകൊണ്ട് തന്നെ പെയിനും കുറവായിരിക്കും. ഡോക്ടർ, ഈ സാധാരണ നമ്മൾ ചികിത്സയിൽ നിന്നും കൂടുതൽ ഈ ഒരു കീഹോൾ സർജറിയിലേക്ക് വരുമ്പോൾ ഒരു പ്രയോജനം എന്താണ്? നമ്മൾ വെക്കുമ്പോൾ ഇപ്പോൾ ഒരു ഗർഭാശയ രോഗവുമായി സംബന്ധിച്ച് നോക്കുമ്പോൾ അതിൻ്റെ ഒരു ഗുണം എന്താണ്? നമ്മൾ ചികിത്സിച്ച് മാറ്റുക എന്ന് പറയാം. അതിൽ നിന്നും ഒരുപക്ഷെ അതിൽ നല്ലത് സർജറിയാണ് എന്നൊരു നിഗമനം. ഒരു ഓപ്പറേഷൻ വേണോ, ഒരു മെഡിക്കൽ മാനേജ്മെന്റ് വേണോ? ഓക്കെ, നമ്മൾ യൂഷ്വലി ഇതിൽ എപ്പോഴും ആൾക്കാർക്ക് കൺഫ്യൂഷൻ ഉള്ള ഒരു കാര്യം ഞാൻ പറയാം, ഫൈബ്രോയിഡ് മുഴകൾ. ഇപ്പൊ 40 വയസ്സ് കഴിഞ്ഞ മിക്കവാറും എല്ലാവർക്കും ഫൈബ്രോയിഡ് മുഴകൾ കാണും. അപ്പോൾ ആൾക്കാർക്ക് കുറെ ആൾക്കാരുടെ വിചാരമുണ്ട് ഫൈബ്രോയിഡ് വന്നാൽ ഉടനെ സർജിക്കലി അത് റിമൂവ് ചെയ്യണം. ചില ആൾക്കാർ എത്ര വലിയ ഫൈബ്രോയിഡ് ആണെങ്കിലും സർജറി ചെയ്യാൻ വില്ലിങ് ആയിരിക്കത്തില്ല. അപ്പൊ ഇത് എങ്ങനെയാണ് നമ്മൾ ഒരു മുഴ, ഒരു ഫൈബ്രോയിഡ് മുഴ അല്ലെങ്കിൽ എന്ത് മുഴയായാലും അതിന് സർജറി വേണോ, മെഡിക്കൽ മാനേജ്മെന്റ് അഥവാ ഗുളികകൾ മതിയോ എന്ന് നമ്മൾ തീരുമാനിക്കുന്നതിന് ചില മാനദണ്ഡങ്ങളുണ്ട്. ഒന്ന്, ആ മുഴ ഉണ്ടാക്കുന്ന സിംറ്റം. ഇപ്പൊ നിങ്ങൾക്ക് ഒരു ഫൈബ്രോയിഡ് മുഴയുടെ ട്രീറ്റ്മെന്റ് നമ്മൾ എപ്പോഴും തീരുമാനിക്കുന്നത് ഒന്ന് മുഴയുടെ വലിപ്പം,
പിന്നെ മുഴയുടെ നമ്പർ, പിന്നെ മുഴയുടെ പൊസിഷൻ, ആ മുഴ ഉണ്ടാക്കുന്ന സിംറ്റംസ്, ഈ 4 കാര്യങ്ങൾ അനുസരിച്ചിരിക്കും. പിന്നെ രോഗിയുടെ പ്രായം, ഇത്രയും കാര്യങ്ങൾ അനുസരിച്ചിട്ടാണ് നമ്മൾ തീരുമാനിക്കുന്നത്. അപ്പൊ നമുക്ക് വളരെ ചെറിയൊരു ഫൈബ്രോയിഡ് ആണ്, ഒരു 2 സെന്റിമീറ്ററോ 3 സെന്റിമീറ്ററോ ഉള്ള ഫൈബ്രോയിഡ് ആണ്, നിങ്ങൾക്ക് പ്രത്യേകിച്ച് സിംറ്റംസ് ഒന്നുമില്ല, അത് കാരണം ബ്ലീഡിങ്ങോ വയറുവേദനയോ ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ യു ഡോണ്ട് വറി അബൌട്ട് ഇറ്റ്. പക്ഷെ നിങ്ങൾ ഇയർലി സ്കാൻ ചെയ്ത ഫൈബ്രോയിഡ് വലുതാകുന്നുണ്ടോ എന്ന് മോണിറ്റർ ചെയ്യണം. പിന്നെ നിങ്ങൾക്ക് പീരീഡ് നിൽക്കാറായിട്ടുള്ള പ്രായത്തിനോട് അടുപ്പിച്ചുള്ള ഒരാളാണെങ്കിൽ ഈ പീരീഡ് നിന്ന് കഴിയുമ്പോൾ ഹോർമോൺ സപ്ലൈ കുറയുമ്പോൾ ഇത്തരം എല്ലാ മുഴകളും ചുരുങ്ങിപ്പോകും. അപ്പൊ അതുകൊണ്ട് അതിന് പ്രത്യേകിച്ച് ട്രീറ്റ്മെന്റ് ആവശ്യമില്ല. പക്ഷേ ചില മുഴകളുണ്ട്, അതായത് പിരീഡ് വരുന്ന ഭാഗത്തിനോട്, എൻഡോമെട്രിയത്തിനോട് അടുത്തിരിക്കുന്ന മുഴകൾക്ക് വളരെ ചെറിയ വലിപ്പമാണെങ്കിൽ കൂടിയും അതൊരു 1 സെന്റിമീറ്റർ ആയാലും മതി, അവർ ഭയങ്കരമായിട്ട് ബ്ലീഡിംഗ് ഉണ്ടാക്കും. അപ്പൊ അങ്ങനത്തെ മുഴകള് പ്രശ്നക്കാരാണ്, അവര് നമ്മൾ റിമൂവ് ചെയ്യേണ്ടതായിട്ടുണ്ട്. പിന്നെ 6 സെന്റിമീറ്ററിന് മുകളിലേക്ക് വരുന്ന മുഴകള് അവരും പ്രശ്നക്കാരാണ്, അവരെ റിമൂവ് ചെയ്യണം. പിന്നെയുള്ളത് ചില പൊസിഷൻസ്, അതായത് മൂത്രസഞ്ചിയുമായിട്ട് അടുത്തിരിക്കുന്ന മുഴയാണെങ്കിൽ അതിനെ പ്രസ് ചെയ്തിട്ട് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് യൂറിൻ പോകത്തില്ല, അടിക്കടി യൂറിനറി ഇൻഫെക്ഷൻ വരും, അങ്ങനെയൊക്കെയുള്ള സിംറ്റംസ്. പിന്നെ ചിലത് വലിയ വലുപ്പമായിരിക്കും, നമ്മൾ വയറ് വീർത്ത് വരുമ്പോൾ അത് ഗ്യാസാന്ന് കരുതി വച്ചുകൊണ്ടിരുന്ന അവസാനം നമ്മുടെ അടുത്ത് വരുമ്പോൾ 9 മാസം അല്ലെങ്കിൽ 8 മാസം ഗർഭത്തിന്റെ അത്രയും സൈസുള്ള മുഴകളുമായിട്ട് വരുന്നവരുണ്ട്. അപ്പൊ ഈ അമിതമായിട്ട് വലിയതായിട്ടുള്ള മുഴകളുടെ പ്രശ്നം എന്ന് വെച്ചാൽ അവര് പുറകിലേക്ക് മൂത്രനാളിയൊക്കെ അടുത്താണ് ഇരിക്കണം. അപ്പൊ ഈ മൂത്രനാളിയൊക്കെ പോയി പ്രസ് ചെയ്തിട്ട് കിഡ്നിക്കൊക്കെ വീർപ്പൊക്കെ ഉണ്ടാവുകയൊക്കെ ചെയ്യും. പ്രഷർ സിംറ്റംസ് നമ്മൾ പറയും ഇത്രയും വലിയ മുഴയാകുമ്പോഴേ. അപ്പൊ നമ്മൾ അങ്ങനെയുള്ള മുഴകളെ റിമൂവ് ചെയ്യണം. അല്ലാതെ എല്ലാ ഫൈബ്രോയിഡുകളെയും റിമൂവ് ചെയ്യേണ്ട കാര്യമില്ല. ഫൈബ്രോയിഡുകൾക്ക് മെഡിക്കൽ മാനേജ്മെന്റ് അവൈലബിൾ ആണ്, അവയെ ചുരുക്കാനുള്ള ട്രീറ്റ്മെന്റ് അവൈലബിൾ ആണ്. പക്ഷെ അത് എല്ലാവർക്കും സ്യൂട്ടബിൾ ആയിരിക്കത്തില്ല. ഇത് എനിക്ക് തോന്നുന്നു സ്ത്രീകളിൽ കൂടുതൽ കാണുന്നതാണ് ഇത്ര മുഴകൾ അല്ലേ, ഇന്ന് പലർക്കും ഇത് കാണുന്നുണ്ട്. അതാ സിംറ്റം ഉണ്ടാക്കാത്ത മുഴകൾ, വലിയ വലിപ്പമില്ലാത്ത മുഴകൾ, പ്രശ്നക്കാരല്ലാത്ത മുഴകൾ, പൊസിഷൻ പ്രശ്നമില്ലാത്ത മുഴകൾ, അങ്ങനത്തെ മുഴകളൊക്കെ നമുക്ക് മെഡിക്കൽ മാനേജ്മെന്റും കൺസർവേറ്റീവ് മാനേജ്മെന്റും മതി. പക്ഷെ വലിപ്പം കൂടിയ മുഴകളെ നമ്മൾ റിമൂവ് ചെയ്യണം. ഇതെന്താണ് ഡോക്ടർ ഇതിപ്പോ കൂടുതലായിട്ട് ഇങ്ങനെ വരാനുള്ള ഒരു കാരണം, ഈ മുഴകൾ വരാനുള്ള ഒരു കാരണം എന്തായിരിക്കും? ഫൈബ്രോയിഡ്സിന് പൊതുവെ നമ്മളൊരു ഫാമിലി ടെൻഡൻസിയും കൂടെ പറയാറുണ്ട്. കുറച്ചൊരു ജനറ്റിക് പ്രീഡിസ്പോസിഷൻ ഉണ്ട്. പിന്നെ ഈ പറയുന്ന പോലെ നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈലിന്റെ ഭാഗമായിട്ടും ഒരു ഇത്തരത്തിലുള്ള എല്ലാ, അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഇങ്ങനെ പറയാം, കുറച്ച് ഡയഗ്നോസിസ് ഏർലി ആയതുകൊണ്ടും നമ്മളിപ്പോ പല പല റീസണിന് വേണ്ടി സൗണ്ട് സ്കാൻസ് ഒക്കെ ഒത്തിരി അവൈലബിൾ ആണ്. നമ്മൾ വേറെ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി സ്കാൻ ചെയ്യുമ്പോഴും ഈ മുഴകളെ കണ്ടുപിടിക്കുന്നു. അങ്ങനെ എന്തുവായാലും ഡിറ്റക്ഷൻ റേറ്റ് കുറച്ച് കൂടുതലാണ്. അത് കൂടുതലായിട്ടും ഈ ഡിറ്റക്ട് ചെയ്യുന്നത് തന്നെയാണ്. പണ്ടേ ഉണ്ടായിരുന്നിരിക്കാം, പക്ഷെ ഇപ്പൊ കൂടുതലായി കണ്ടുപിടിക്കുന്നു. ഡോക്ടർ, പക്ഷേ നമുക്ക് എല്ലാ മുഴകളും, എല്ലാ ഡോക്ടേഴ്സും പറയാറുണ്ട് എല്ലാ മുഴകളും അങ്ങനെ ക്യാൻസർ ഒന്നും അല്ല എന്ന് പറയുന്നുണ്ട്. എങ്കിലും നമുക്കിപ്പോ അറിയാം, ചിലപ്പോഴെങ്കിലും അത് ക്യാൻസറിലേക്ക് പോകുമ്പോൾ അത് മനസ്സിലാക്കാനുള്ള എന്തെങ്കിലും ലക്ഷണങ്ങൾ, നമുക്ക് സ്വയം ആദ്യം ഒന്ന് മനസ്സിലാക്കാൻ എന്തെങ്കിലും ലക്ഷണങ്ങൾ ഉണ്ടാകും? അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അമിതമായിട്ടുള്ള രക്തസ്രാവം ഉണ്ടാക്കുന്ന എല്ലാ മുഴകളിലും ക്യാൻസർ ഇല്ല എന്നുള്ളത് ഓർപ്പിക്കേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാര്യം നമ്മൾ സ്കാൻ ചെയ്ത ഗർഭാശയത്തിന് ഉൾക്കട്ടി കാണുകയോ അല്ലെങ്കിൽ നമുക്ക് മുഴകളിൽ എന്തെങ്കിലും സംശയമോ തോന്നുകയാണെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള DNC പ്രൊസീജിയേഴ്സ് വഴി, അതിപ്പോ പണ്ടത്തെ പോലെ അങ്ങനെ പെയിൻഫുൾ ആയിട്ടുള്ള പ്രൊസീജിയേഴ്സ് ഒന്നും അല്ല, വളരെ സൊഫിസ്റ്റിക്കേറ്റഡ് ആയ ചെറിയ ചെറിയ നേർത്ത ഇൻസ്ട്രുമെന്റ്സ് വെച്ച് OPL ബേസിസിൽ തന്നെ നമുക്ക് സാമ്പിളിംഗ് ചെയ്യാൻ പറ്റും യൂട്രസിനകത്തുനിന്ന്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് നമുക്കത് ക്യാൻസർ ഇല്ല എന്ന് ഉറപ്പിക്കേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അണ്ടാശയത്തിലെ ക്യാൻസറുകൾ മുന്നേ ഡിറ്റക്ട് ചെയ്യാനായിട്ട് ബ്ലഡ് ടെസ്റ്റ് അവൈലബിൾ ആണ്. സെർവിക്സിന്റെ ക്യാൻസർ, അതായത് യൂട്രസിന്റെ താഴ്ഭാഗത്തെ ക്യാൻസർ ഡിറ്റക്ട് ചെയ്യാൻ സ്മിയർ ടെസ്റ്റ് അവൈലബിൾ ആണ്. അതായത് നമുക്ക് സ്ക്രീനിങ് ടെസ്റ്റ് ഉണ്ട്. ഓൺലി തിങ് നമ്മൾ ആ സിംറ്റംസ് ഐഡന്റിഫൈ ചെയ്യണം. അമിതമായിട്ടുള്ള രക്തസ്രാവം, പിന്നെ ഈ യൂട്രസിന്റെ ട്യൂബിൽ ഉണ്ടാകുന്ന ക്യാൻസറിന്റെ ഒരു ലക്ഷണമാണ് എപ്പോഴും വെള്ളപ്പോക്ക് വരിക എന്നുള്ളത്. അപ്പൊ റിപ്പീറ്റഡ് ആയിട്ട് ഈ വജൈനൽ ഡിസ്ചാർജ്, അത് ഈ തൈര് പോലെ വരുന്നത് തന്നെ ആവണമെന്നില്ല, വെള്ളം പോലെ വരുന്നതായാലും മതി. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ആൾക്കാർ, ഈ ബ്ലീഡിംഗ് അല്ലാത്ത സിംറ്റംസിനെല്ലാം ആൾക്കാർ നെഗ്ലക്ട് ചെയ്യും. അപ്പൊ അത് ലോസ് ഓഫ് വെയിറ്റ്, ലോസ് ഓഫ് അപ്പറ്റൈറ്റ്, നമുക്ക് വിശപ്പ് കുറവ്, ക്ഷീണം, വെയിറ്റ് കുറയുന്നു, ഇങ്ങനെയൊക്കെയുള്ള സിംറ്റംസ് എല്ലാം മാലിഗ്നൻസിയിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ തീർച്ചയായിട്ടും, പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ഞാൻ പറയാം, ഈ കുടലുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്യാൻസറുകളിലൊക്കെ നമുക്ക് ഈ മലത്തിന്റെ നിറവ്യത്യാസം, അത് ബ്ലഡ് എപ്പോഴെങ്കിലും കാണുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അങ്ങനെയുള്ള സിംറ്റംസ് ഉള്ളവർ ഇതെല്ലാം സ്ക്രീൻ ചെയ്യും. നമ്മളിപ്പോ ഇത് കേൾക്കുന്ന ശ്രോതാക്കളിൽ ഇപ്പോ ഒരു ചെറിയ സംശയങ്ങൾ വന്നേക്കാം. നമ്മളിപ്പോ പറഞ്ഞു ബ്ലീഡിംഗ് കൂടുതലുള്ളവർക്ക് നമ്മൾ ചിലപ്പോൾ ഒരു സാധ്യതകൾ വരാം, ഇത് നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കണം. പക്ഷെ ചിലരിൽ നമ്മൾ കേട്ടിട്ടുണ്ട് ബ്ലീഡിംഗ് കൂടുതലാണ് അവർക്ക് പല കാര്യങ്ങൾ കൊണ്ടും, ചിലപ്പോൾ ഇത്ര ദിവസമൊക്കെ നമ്മൾ പലരിലും കേൾക്കാറുണ്ട്. പക്ഷെ അങ്ങനെ ഒരു സാഹചര്യത്തിലും ഇപ്പൊ ഉണ്ടെങ്കിൽ എല്ലാവരും ഇത് കൃത്യമായി ഇങ്ങനെ ടെസ്റ്റ് നടത്തുന്ന വേണം എന്നാണോ? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരു നോർമൽ മെൻസ്ട്രേഷൻ പാറ്റേൺ എന്ന് വെച്ചാൽ 3 to 7 days ഓഫ് ഫ്ലോ. 7 days ഔട്ട് ഓഫ് ഫ്ലോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് പീരീഡ് തുടങ്ങി
തുടങ്ങിയ കാലം തൊട്ടേ അങ്ങനെ ഉണ്ടെങ്കിലും ദാറ്റ് ഷുഡ് ബി ഇവാലുവേറ്റഡ്. 7 ദിവസത്തിൽ കൂടുതൽ നിൽക്കുന്ന പീരീഡ്സിന് എന്തെങ്കിലും ഒരു കാരണം കാണും. 7 ദിവസത്തിൽ കൂടുതൽ നിൽക്കുന്നതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. അതായത് നമുക്കിപ്പോൾ 7 ദിവസം തന്നെ നിൽക്കുന്ന അതാണെങ്കിൽ കൂടിയും നമുക്ക് നന്നായിട്ട് ബ്ലീഡിംഗ് ഉണ്ട്. അതെ. ഇപ്പം എന്താ പറയാ, ഒരു ദിവസം തന്നെ വളരെ അത് നമുക്ക് ശരിക്കും ക്വാണ്ടിഫിക്കേഷന് വേണ്ടിയിട്ട് പല പല ക്ലാസിഫിക്കേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ അത് പ്രാക്ടിക്കൽ അല്ല. പ്രാക്ടിക്കലായിട്ട് നമ്മൾ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ 2 ദിവസം നമുക്കൊരു 4-5 പാഡൊക്കെ മാറ്റുന്നു എന്നുള്ളത് നമുക്ക് അബ്നോർമലായിട്ട് എടുക്കേണ്ട കാര്യമില്ല. പക്ഷെ ത്രൂ ഔട്ട് പീരീഡ് അത്രയും എടുക്കേണ്ടി വരുന്നു. രാത്രി എഴുന്നേറ്റ് പാഡ് മാറ്റേണ്ടി വരുന്നു. ബ്ലീഡിങ്ങിനോടൊപ്പം തന്നെ കട്ടക്കട്ടയായിട്ട് ബ്ലഡ് പോകുന്നു. ഇതെല്ലാം നമുക്ക് അമിതമായിട്ടുള്ള, ശരിക്കും കണക്ക് പറയുകയാണെങ്കിൽ ഒരു നോർമൽ ഇതിൽ ഒരു 30 ml താഴേക്ക് പോകത്തുള്ളൂ. 30 to 60 വരെയാണെങ്കിൽ നമുക്ക് നോർമൽ എടുക്കാം. 60 ml കൂടുതലാണെങ്കിലാണ് നമ്മൾ അബ്നോർമൽ എന്ന് പറയുന്നത്. നമുക്ക് അങ്ങനെ അത് ക്വാണ്ടിഫൈ ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ നമുക്കൊരു പാഡ് വെച്ചു, ഞാൻ ഈ വെക്കുന്ന പാഡ് ഒരു 2 മണിക്കൂറിനകം മുങ്ങിപ്പോവുകയാണ്, അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻ ഉള്ളവരാണെങ്കിൽ അത് ബ്ലീഡിങ് അമിതം തന്നെയാണ്. പിന്നെ നിങ്ങൾക്കൊരു നോർമൽ പാറ്റേൺ കാണുമല്ലോ, അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്ത് വന്നാലും അതിനെ അമിത രക്തസ്രാവമായി തന്നെ കണക്കാക്കണം. ഓക്കെ ഡോക്ടർ, നമുക്കൊരു കോൾ എത്തിയിട്ടുണ്ട്. നമുക്ക് കോളിലേക്ക് പോകാം അല്ലെ? ഹലോ, സ്വാഗതം പരിപാടിയിലേക്ക്. എനിക്ക് 1 വർഷം മുന്നേ നല്ല ബ്ലീഡിങ് ഉണ്ടായിരുന്നു, ഹെവി ബ്ലീഡിങ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അപ്പൊ പിന്നെ മെഡിക്കേഷനൊക്കെ എടുത്തിരുന്നു. കുറച്ച് ഒരു 2 മാസം കഴിഞ്ഞിട്ടത്തേക്ക് അത് സ്റ്റോപ്പായി. പിന്നെ 1 വർഷം വരെ പിന്നെ ഇല്ലായിരുന്നു. ഇപ്പൊ വീണ്ടും റെഗുലറായിട്ട് ഒരു 28 ദിവസം കൂടുമ്പം വരുന്നുണ്ട് ബ്ലീഡിങ്. അപ്പൊ അതെന്തെങ്കിലും എത്ര വയസ്സാണ്? എനിക്കൊരു 52 വയസ്സായിട്ടുണ്ട്. 52 വയസ്സ്. ഓക്കെ, നമ്മള് 52 വയസ്സില് നമുക്ക് ഏകദേശം പീരീഡ് നിൽക്കാറായിട്ടുള്ള ഒരു സമയമാണ്. അപ്പൊ 1 വർഷം വരാതിരുന്നിട്ട് പിന്നെയും ബ്ലീഡിങ് വരുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നമ്മളൊന്ന് ഇവാലുവേറ്റ് ചെയ്യണം. ഒരു സ്കാൻ ചെയ്ത് ഗർഭാശയത്തിന് എന്തെങ്കിലും കട്ടി കൂടുതലുണ്ടോ എന്നൊക്കെയുള്ള ഡിറ്റക്ട് ചെയ്ത് അതിനുള്ള ട്രീറ്റ്മെന്റ് എടുക്കേണ്ടതാണ്. എന്തായാലും നമുക്ക് 52 വയസ്സ് കഴിഞ്ഞ ഒരാളിൽ പിന്നെയും റെഗുലർ, ചിലർക്ക് ഫാമിലിയിലായിട്ട് അത് നമ്മുടെ അമ്മയ്ക്കൊക്കെ കുറച്ച് ലേറ്റ് ആയിട്ടാണ് മെനോപോസ് വന്നെങ്കിൽ നമുക്കും അങ്ങനെ ലേറ്റ് ആവാൻ ഒരു സാധ്യതയുണ്ട്. അത് നോർമലാണ്. പക്ഷെ 1 വർഷം വരാതിരുന്ന്, അതെ, ചിലപ്പോൾ അതൊരു ഫിസിയോളജിക്കൽ ടെൻഡൻസി ആയിരിക്കാം. പക്ഷെ എങ്കിൽ തന്നെയും 1 വർഷം മുന്നേ നല്ല ഹെവി ബ്ലീഡിംഗ് ആയിട്ട് 2-3 പ്രാവശ്യം ബ്ലീഡിംഗ് ആയിട്ട് അങ്ങനെ ഭയങ്കര. അപ്പൊ നമുക്ക് അതിന് എന്തെങ്കിലും ഒരു കാരണം, ഈ നിൽക്കാത്തതിന് എന്തെങ്കിലും ഒരു കാരണം കാണും. അപ്പൊ നമ്മൾ അതൊന്നും കണ്ടുപിടിക്കേണ്ടത് ആവശ്യമായിട്ടുണ്ട്. മെഡിസിൻ അപ്പൊ അത് കഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് അതങ്ങ് സ്റ്റോപ്പായി. പിന്നെ അത് കഴിഞ്ഞിട്ട് റെഗുലറായി. ഇപ്പൊ വീണ്ടും അതേപോലെ 1 വർഷം കഴിഞ്ഞിട്ട് ഇപ്പൊ വീണ്ടും 1 പ്രാവശ്യം നമ്മൾ അത് പറയുന്നത് എന്താന്ന് വെച്ചാൽ ഈ 1 വർഷം പീരീഡ് വരാതിരുന്നിട്ട് പിന്നെ എപ്പം ബ്ലീഡിങ് വന്നാലും അതിന് നമ്മൾ കുറച്ച് കോഷനോട് കൂടി കുറച്ചൊരു സീരിയസ് ആയിട്ട് തന്നെ നോക്കണം. സ്കാൻ ചെയ്ത് യൂട്രസിന് കട്ടി കൂടുതലുണ്ടോ, എൻഡോമെട്രിയം തിക്കുണ്ടായിട്ടിരിക്കുകയാണോ എന്നൊക്കെയുള്ള സ്കാൻ നോക്കി അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെന്റുകൾ എടുക്കേണ്ടതായിട്ടുണ്ട്. ശരി, തീർച്ചയായിട്ടും ഒരു ഗൈനക്കോളജിസ്റ്റിനെ കാണണം, സ്കാൻ ചെയ്യണം. ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. കേട്ടുകൊണ്ടിരിക്കുന്ന ഡോക്ടറോട് ചോദിക്കാൻ തത്സമയ ഫോൺ ഇൻ പ്രോഗ്രാമാണ്. വിളിക്കേണ്ട നമ്പർ 0474293111. ഡോക്ടർ, നമുക്ക് അടുത്ത കോൾ എത്തിയിട്ടുണ്ട്. ഹലോ. ഹലോ, ഗുഡ് ഈവനിങ് മാം. ഗുഡ് ഈവനിങ് മാം. എനിക്ക് 23 വയസ്സേ ഉള്ളൂ. ഞാൻ ഡെലിവറി കഴിഞ്ഞതിന് ശേഷം എന്റെ പല്ലൊക്കെ ഒരുമാതിരി കറക്കുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ശരീരവും ചെറുതായിട്ടൊക്കെ കറക്കുന്നുണ്ടായിരുന്നു, മൂക്കും കാല് ഒക്കെ. പിന്നീട് പീരീഡ്സ് ആയപ്പോ ഭയങ്കര വേദനയാണ് ആദ്യത്തെ 2 ദിവസം. അതെന്തായിരിക്കും അങ്ങനെ വരുന്നത്? സിസേറിയൻ ആയിരുന്നു എനിക്ക്. ഡെലിവറിക്ക് ശേഷം നമ്മൾ സാധാരണയായി അയൺ ഗുളികകളൊക്കെ കഴിക്കുന്ന സമയത്ത് കുറച്ച് മലത്തില് കറുത്ത നിറം അങ്ങനത്തെ രീതിയിലുള്ള ഡിസ്കളറേഷനും കാര്യങ്ങളും ഒക്കെ പ്രഗ്നൻസിയുമായി ബന്ധപ്പെട്ട് കാണാറുണ്ട്. പിന്നെ പ്രഗ്നൻസിയിൽ നമുക്ക് കുറച്ച് ഹൈപ്പർ പിഗ്മെന്റേഷൻ നോർമലാണ്. നമ്മുടെ ഈ കഴുത്തിലും വയറിലും ഒക്കെ കുറച്ച് പിഗ്മെന്റേഷൻ കൂടുതലായിട്ട് വരും. പയ്യെ പയ്യെ അതങ്ങ് ലൈറ്റ് ആയിക്കോളും. പക്ഷെ പല്ലുകളിലെ നിറവ്യത്യാസമൊന്നും അങ്ങനെ നോർമലായിട്ടുള്ള ഒരു കാര്യമല്ല. പിന്നെ ഈ വളരെ റെയർ ആയിട്ടുള്ള ചില ഈ സ്റ്റോറേജ് ഡിസോർഡേഴ്സ് എന്ന് പറയുന്ന ചില അസുഖങ്ങളിൽ അങ്ങനെ സ്കിന്നിന് പെട്ടെന്ന് ഒരു കളർ വ്യത്യാസമൊക്കെ വരാം. അത് നമ്മളൊരു ഫിസിഷ്യനുമായിട്ട് ബന്ധപ്പെട്ട് ഇവാലുവേറ്റ് ചെയ്യണം. പിന്നെ ഈ പീരീഡ്സുമായി ബന്ധപ്പെട്ട് ഈ 2 ദിവസം ആദ്യത്തെ 2 ദിവസങ്ങളിലുള്ള വയറുവേദന നോർമൽ തന്നെയാണ്. പക്ഷെ ത്രൂ ഔട്ട് പീരീഡ് നിൽക്കുന്നുണ്ട്. അമിതമായിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും ഒരു സ്കാൻ ചെയ്ത് എന്തെങ്കിലും സിസ്റ്റുകളോ മറ്റോ ഉണ്ടോ എന്നുള്ളത്. എൻഡോമെട്രിയോസിന്റെ തുടക്കമാണ്. എൻഡോമെട്രിയോസിന്റെ ചോക്ലേറ്റ് സിസ്റ്റ് അങ്ങനെയുള്ള സിസ്റ്റുകൾ ഉണ്ടെങ്കിൽ നമുക്ക് അമിതമായിട്ട് വയറുവേദന വരാം. അപ്പൊ അങ്ങനെയുള്ളപ്പോൾ നമ്മളൊന്ന് സ്കാൻ ചെയ്ത് നോക്കുന്നത് നന്നായിരിക്കും. ശരി.
പല്ലിന്റേത് ഡെന്റിസ്റ്റ് മുഖേന തന്നെ കാണും. അതെ, ഒരു ഡെന്റൽ അല്ലെങ്കിൽ ഒരു ഫിസിഷ്യൻ കൺസൾട്ടേഷൻ ആവശ്യമായിട്ട് വരും. ബിക്കോസ് മറ്റു ഭാഗങ്ങളിലും ഡിസ്കളറേഷൻ ഉണ്ടെങ്കിൽ അങ്ങനെ എന്തെങ്കിലും റെയർ ആയിട്ടുള്ള പോസിബിലിറ്റീസ് ആണ്, അതൊക്കെ ഉണ്ടോ എന്നുള്ളത് നമുക്കൊന്ന് ഇവാലുവേറ്റ് ചെയ്യാം. ഓക്കെ, താങ്ക് യു. ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. കേട്ടുകൊണ്ടിരിക്കുന്ന ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോൺ ഇൻ പ്രോഗ്രാമാണ്. അപ്പോൾ വിളിക്കാൻ നമ്പർ 0474293111. നമുക്ക് വീണ്ടും ഒരു കോൾ കൂടി എത്തുകയാണ്. കോളിലേക്ക് പോകാം. ഹലോ, നമസ്കാരം. നമസ്കാരം. സംസാരിച്ചോളൂ ഡോക്ടറായിട്ട് കേട്ടോ. സന്ധ്യ. ഓക്കെ സന്ധ്യ, എനിക്ക് പീരീഡ്സ് റെഗുലർ ആയിട്ട് ആവത്തില്ലായിരുന്നേ. സന്ധ്യക്ക് എത്ര വയസ്സാടാ? സന്ധ്യയുടെ പ്രായം? 44. ഓക്കെ, പറഞ്ഞോളൂ. ഇപ്പം ഇടയ്ക്കൊരു 6 മാസം കഴിഞ്ഞ് 6 മാസം വരെ കഴിഞ്ഞിട്ടാ വന്നത്. പിന്നെ 3 മാസം കൂടുമ്പോൾ വരുന്നുണ്ട്. ഓക്കെ, ശരി. ഈ വരുന്ന ബ്ലീഡിങ് 6 മാസം കൂടി വരുമ്പോ അല്ലെങ്കിൽ 3 മാസം കൂടി വരുമ്പോൾ ബ്ലീഡിങ് എങ്ങനെയാ? കൂടുതലായിട്ടുണ്ടോ അത് നോർമലാണോ? 2 ദിവസം കാണത്തില്ല, പക്ഷെ 3-4 ദിവസം നല്ല രീതിയിൽ കാണും. ഓക്കെ, അങ്ങനെയാണ്. ശരി. അപ്പൊ സന്ധ്യ, നമുക്ക് ഈ ഒരു ഏജ് ഗ്രൂപ്പ് 44 വയസ്സിൽ ഇങ്ങനെ ഇറഗുലർ ആയിട്ടുള്ള ബ്ലീഡിങ് വരിക, അത് വരുമ്പോൾ ഹെവി ബ്ലീഡിങ് വരിക, അതും തീർച്ചയായും ഇവാലുവേറ്റ് ചെയ്യപ്പെടണം. ചിലർക്ക് ഈ പറഞ്ഞ പോലെ ലേറ്റ് ആയിട്ട് പീരീഡ്സ് നിൽക്കുന്ന പോലെ തന്നെ ഏർലി ആയിട്ടും ചിലർക്ക് പീരീഡ്സ് നിൽക്കും. 40 വയസ്സ് കഴിഞ്ഞ് എപ്പോൾ വേണേലും നിൽക്കാം. വെക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മളൊന്ന് സ്കാൻ ചെയ്ത് ഓവറിയിൽ എന്തെങ്കിലും പോളിസിസ്റ്റിക് ഓവറിയുടെ ഇതുണ്ടോ, അങ്ങനെയുള്ളവരിൽ ഇതുപോലെ ഇറഗുലർ പീരീഡ്സ് ലേറ്റ് ആയിട്ട് വരാനും വണ്ണം വെക്കാനും ഹെയർ ഗ്രോത്ത് ഒക്കെ വരാനും ഒക്കെയുള്ള സാധ്യതയുണ്ട്. താടി മീശ പോലൊക്കെ വരും, ശരീരത്തിൽ അമിതമായിട്ട് വയറിലും ഒക്കെ രോമങ്ങളൊക്കെ വളരും, ഹിർസ്യൂട്ടിസം എന്ന് പറയും. അപ്പൊ അങ്ങനെയുള്ള സിംറ്റംസ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ തൈറോയിഡ്, പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ഹോർമോൺ പ്രൊഫൈലുണ്ട്, അതെല്ലാം നോക്കിയെങ്കിൽ മാത്രമേ നമ്മുടെ ഈ ബ്ലീഡിങ്ങിന്റെ റീസൺ, ഇറഗുലാരിറ്റിയുടെ റീസൺ നമുക്ക് തിരിച്ചറിയാൻ പറ്റുള്ളൂ. ഓക്കെ, താങ്ക് യു മാഡം. ശരി. ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. ഡോക്ടർ, നമ്മൾ സംസാരിച്ചുകൊണ്ടിലേക്ക് വരാം. എനിക്ക് നേരത്തെ കോളുമായി ബന്ധപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട്. ഒരമ്മ നേരത്തെ വിളിച്ചിട്ട് പീരീഡ്സ് നിന്നതിന് ശേഷമുള്ള ബ്ലീഡിങ്ങിനെ കുറിച്ച് പറഞ്ഞായിരുന്നു. അപ്പൊ അത് മിക്കവാറും നമ്മളുടെ അമ്മമാരൊക്കെ നെഗ്ലക്ട് ചെയ്യുന്ന മറ്റൊരു കാര്യമാണ്. അതായത് പീരീഡ് നിൽക്കുക എന്ന് ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ 1 വർഷം വരാതിരിക്കുമ്പോഴാണ് നമുക്ക് പീരീഡ് നിന്നു എന്ന് പറയുന്നത്. അത് ഇന്ത്യൻ പോപ്പുലേഷനിൽ മിക്കവാറും ഒരു 50-നും 52-നും ഇടയിലാണ്. പക്ഷെ ചിലർക്ക് ഫാമിലിയൽ ടെൻഡൻസി ഉള്ളവർക്ക് 45 വയസ്സിലേ തന്നെ ചിലപ്പോൾ നിൽക്കാം, 40 വയസ്സിൽ നിൽക്കുന്നവരും ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് ശരീരത്തിൽ ചൂടൊക്കെ ഒരുപാട് കൂടുതലായിരിക്കും നേരത്തെ നിൽക്കുന്നവരിൽ. അപ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ മെനോപോസ് ഒരു പെട്ടെന്നൊരു ദിവസത്തിൽ സംഭവിക്കുന്ന കാര്യമല്ല, ഇതൊരു ട്രാൻസിഷനാണ്. എന്ന് വെച്ചാൽ പീരീഡ് നിൽക്കാറാവുന്നതിന് ഒരു 2-3 വർഷം മുന്നേ നമുക്ക് ശരീരത്തിന് ഒരുപാട് ചൂട് വരും, ക്ഷീണം, അങ്ങനെ ഒരു വജൈനൽ ഡ്രൈനെസ്, അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ഹോർമോൺ ഈസ്ട്രജൻ ബോഡിയിൽ കുറയുന്നതിന്റെ സിംറ്റംസ് ആണ്. അത് കുറച്ചും കൂടെ അങ്ങോട്ട് പോയി വരുമ്പോൾ നമ്മുടെ അണ്ടാശയം പതുക്കെ അതിന്റെ വർക്കിംഗ് എല്ലാം നിന്ന് ചുരുങ്ങി തുടങ്ങും. അത് ചുരുങ്ങി തുടങ്ങുമ്പോൾ നമ്മുടെ യൂട്രസ് ചുരുങ്ങും. എല്ലാ ഗർഭസംബന്ധമായിട്ടുള്ള ഓർഗൻസും അതിന്റെ ഒരു സെനസൻസ്, അതിന്റെ ഒരു വാർദ്ധക്യത്തിലേക്ക് പോകും. പീരീഡ്സ് അങ്ങ് നിന്ന് കഴിഞ്ഞിട്ട് പിന്നെ എപ്പോഴെങ്കിലും ഒരു തവണയെങ്കിലും ഒരു തുള്ളി ബ്ലഡ് എങ്കിലും വന്നാൽ ദാറ്റ് ഷുഡ് ബി ഇവാലുവേറ്റഡ്. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു പോയിന്റാണ്. നമ്മുടെ അടുത്ത് മിക്കവാറും അമ്മമാരൊക്കെ 60-70 വയസ്സിലൊക്കെ 50 വയസ്സിൽ പീരീഡ് നിന്നായിരിക്കും. അമ്മയ്ക്കൊരു 15, 16, 17 വർഷമായിട്ട് ഒരു പ്രശ്നവും കാണത്തില്ല. ഒരു ദിവസം ഒരു തുള്ളി രക്തം കാണിക്കും, പിന്നെ കാണത്തില്ല. അപ്പൊ അമ്മമാര് വിചാരിക്കും ഓക്കെ, ഒരു തവണയല്ലേ വന്നുള്ളൂ, ദേ വിൽ വെയിറ്റ്. പിന്നെ ഒരു തവണയും കൂടെ 2 ദിവസം കാണിക്കും, പിന്നെ അവർ വെയിറ്റ് ചെയ്യും. പിന്നെ കുറേ തവണ ഇങ്ങനെ വരുമ്പോഴാണ് നമ്മുടെ അടുത്ത് വരുന്നത്. ആ സമയത്ത് നമ്മൾ നോക്കുമ്പോൾ പല കാര്യങ്ങളും വളരെ അഡ്വാൻസ്ഡ് സ്റ്റേജിലായിരിക്കും കാണുന്നത്. അപ്പോൾ പീരീഡ്സ് നിന്ന് കഴിഞ്ഞ് ഒരു തവണയെങ്കിലും ഒരു തുള്ളി ബ്ലഡെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഒരു സ്കാൻ ചെയ്ത് നിങ്ങളുടെ യൂട്രസിന് കുഴപ്പമൊന്നും ഇല്ല എന്നുള്ളത് ഉറപ്പ് വരുത്തണം. അങ്ങനെ ബ്ലീഡിങ് വരുന്നത് ഒരിക്കലും നോർമൽ അല്ല. അത് എപ്പോഴും ക്യാൻസർ ആവണമെന്നൊന്നും ഇല്ല. അതിന് സാധ്യത 10% ഉള്ളൂ. 90% അല്ലാത്ത കാരണങ്ങളായിരിക്കും. കാര്യം എൻ്റെ ഈ അട്രോഫിക് സെനൈലായിട്ടുള്ള ചേഞ്ചസ് വന്നിട്ട് ഡ്രൈനെസ് ഒക്കെ വന്നിട്ട് വരുന്നതായിരിക്കും. പക്ഷെ ഇത് എന്താണെന്ന് ഇവാലുവേറ്റ് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അത് മടിച്ചിരിക്കാൻ പാടില്ല. ഈ പ്രായത്തിൽ ഇനി ഗൈനക്കോളജിസ്റ്റിന്റെ അടുത്ത് നിന്നൊക്കെ പോകുന്ന കാര്യം ഓർക്കുമ്പോഴേ അമ്മമാര് വേണ്ടാന്ന് വെക്കും. അങ്ങനെ ഒന്നും നെഗ്ലക്ട് ചെയ്യരുത്. ഇപ്പോ പഴയതുപോലത്തെ ഒരു എന്താ പറയാ, അങ്ങനെ പെയിൻഫുൾ ആയിട്ടുള്ള ഒരു പ്രൊസീജിയർ ഒന്നും അല്ല. നമുക്ക് എല്ലാ ടെസ്റ്റുകളും എല്ലാ എക്സാമിനേഷനും എല്ലാം തന്നെ നമ്മളൊരു കംഫർട്ടബിൾ സോൺ ഓഫ് ദ പേഷ്യന്റ് എന്നുള്ള രീതിയിലാണ് ചെയ്യുന്നത്. അപ്പൊ അത് ഗൈനക്കോളജിസ്റ്റിന് പോകാനുള്ള മടി ഓർത്തിട്ട് ഇങ്ങനത്തെ സിംറ്റംസ് ഒന്നും ആരും നെഗ്ലക്ട് ചെയ്യരുത്. പിന്നെ മക്കളും ഈ പ്രായത്തിലുള്ള അമ്മമാരെ കുറച്ചും കൂടെ കെയർ ചെയ്യുക. അവർക്ക് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് അവരും കൂടെ ശ്രദ്ധിക്കുക. മോസ്റ്റ് ഓഫ് ദ ടൈം ഇതൊക്കെ ആരോട് പറയാനാന്ന് വിചാരിച്ച് മിക്കവാറും പറയാതെ ഇരിക്കും. അപ്പം ടേക്ക് കെയർ ഓഫ് ദം.
അപ്പം തീർച്ചയായും നമ്മളിപ്പോ സംസാരിച്ചില്ലേ ഈ താക്കോൽ ദ്വാര ശസ്ത്രക്രിയകളെ കുറിച്ചിട്ട് നമ്മൾ പറഞ്ഞു. ഇപ്പോൾ മറ്റ് സർജറികളെ അപേക്ഷിച്ച് ഈ ഒരു സർജറിയുടെ വ്യത്യാസം അല്ലെങ്കിൽ പലപ്പോഴും ഡോക്ടർ ഇത് നിർദ്ദേശിക്കുന്ന ഒരു സാഹചര്യം എന്താണ്, അല്ലെങ്കിൽ ഇതാണ് ഏറ്റവും ബെറ്റർ എന്ന് പറയുമല്ലോ? ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പോൾ എല്ലാ സർജറികളും കീഹോൾ സർജറി വഴി ചെയ്യാൻ തന്നെയാണ് സജസ്റ്റ് ചെയ്യുന്നത്. അതിന് മെയിൻ ആയിട്ടുള്ള കാരണം ഇത് തന്നെയാണ്. പോസ്റ്റ് ഓപ്പറേറ്റീവ് ആയിട്ടുള്ള പെയിൻ കുറവാണ്, കോംപ്ലിക്കേഷൻ റേറ്റ്സ് കുറവാണ്. പിന്നെ പേഷ്യന്റ് വളരെ ഇപ്പൊ എല്ലാവരും ഭയങ്കര ബിസി ലൈഫാണ്. നമുക്ക് എല്ലാവർക്കും നമ്മുടെ റുട്ടീൻ ലൈഫിലേക്ക് ഇപ്പോൾ 3 മാസം നമ്മൾ ഒരാൾക്ക് പരിചരിച്ചിരിക്കാനൊന്നും ആർക്കും സമയമില്ല. നമുക്കും തിരിച്ച് ജോലിക്ക് ഇത് ചെയ്യണം. അങ്ങനെയൊക്കെയുള്ള റിക്കവറി ടൈം ഒക്കെ വളരെ വ്യത്യാസമാണ്. ഇൻഫെക്ഷൻ റിസ്ക്, ബ്ലീഡിംഗ് റിസ്ക്, അങ്ങനത്തെ കാര്യങ്ങളും പിന്നെ പ്രിസിഷൻ ഓഫ് ദ സർജറി, കൃത്യത, അതെല്ലാം വളരെ ലാപ്രോസ്കോപ്പിക് സർജറിക്ക് ഓപ്പൺ സർജറിക്കായും കൂടുതലാണ്. അതുകൊണ്ടാണ് നമ്മളത് കൂടുതലായിട്ട് സജസ്റ്റ് ചെയ്യുന്നത്. പേഷ്യന്റിനും നമുക്കും എല്ലാം ഏറ്റവും അഡ്വാൻറ്റേജസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കീഹോൾ സർജറി. പിന്നെ ആൾക്കാർ മിക്കപ്പോഴും പലരും കുറച്ച് നോർമൽ സർജറിയേക്കായി ഒരല്പം മാർജിൻ, ഒരു കോസ്റ്റ് വൈസ് മാർജിൻ കൂടുതലാണ് എന്ന് ഒരു പരാതി പലരും പറയാറുണ്ട്. പക്ഷേ അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഒരു കോസ്റ്റ് ഇഫക്റ്റീവ്നെസ് നോക്കുമ്പോൾ, അതായത് നമ്മളൊരു 5 ദിവസം ഹോസ്പിറ്റലിൽ കിടന്ന് ഒരു 3 മാസം റെസ്റ്റ് എടുത്ത് നമ്മൾ തിരിച്ച് ജോലിക്ക് പോകുമ്പോൾ നമുക്ക് ആ വരുന്ന ഒരു ഫിനാൻഷ്യൽ ബേർഡൻ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ലാപ്രോസ്കോപ്പി, അത് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ലാപ്രോസ്കോപ്പി ഹാസ് ആൻ അഡ്വാൻറ്റേജ്. ശരിക്കും നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ജോലിയിലും നമ്മുടെ നോർമൽ റുട്ടീൻ കാര്യങ്ങളിലേക്കും തിരിച്ചു പോകാൻ പറ്റുമ്പോൾ ആ ഒരു മാർജിൻ വലിയൊരു ഇഷ്യൂ അല്ല എന്ന് തോന്നുന്നു. പിന്നെ എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടാണ് ഏത് വലിപ്പം വരെയുള്ള മുഴകൾ ലാപ്രോസ്കോപ്പി വഴി റിമൂവ് ചെയ്യാം. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു കട്ട് ഓഫ് ഒന്നുമില്ല. കട്ട് ഓഫ് നമ്മൾ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ മുഴകളുടെ വലിപ്പം ചിലപ്പോൾ നമുക്ക് ഈ ഇൻസ്ട്രുമെന്റ്സ് ഉള്ളിലേക്ക് ഇടാനുള്ള സ്പേസ് ഒന്നും ഇല്ലാത്ത രീതിയിൽ വയറ് നിറഞ്ഞിരിക്കുന്ന മുഴകളൊക്കെ ആണെങ്കിൽ നമുക്ക് അതിനെ മാനിപ്പുലേറ്റ് ചെയ്യാനൊക്കെ പാടായിരിക്കും മുഴകളെ. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമ്മൾ ക്ലിനിക്കലി നോക്കിയിട്ട് അത് പോസിബിൾ അല്ല എന്ന് പറയാം. അല്ലാതെ ഒരു ടിപ്പിക്കലായിട്ട് ഇത്ര വലിപ്പത്തിന് മുകളിലേക്ക് പാടില്ല, ഇത്ര അങ്ങനെയൊന്നുമില്ല. അത് ചെയ്യുന്ന സർജന്റെ സ്കില്ലും നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഫെസിലിറ്റീസും ഒക്കെ അനുസരിച്ചിരിക്കും. നമുക്ക് ഈ കഴിഞ്ഞൊരു 15 വർഷത്തിനിടയിൽ ലാപ്രോസ്കോപ്പിയിൽ വിപ്ലവകരമായിട്ടുള്ള മാറ്റങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത്. നമുക്ക് പിന്നെ മോണിറ്റേഴ്സ് ആയാലും അതിനകത്ത് യൂസ് ചെയ്യുന്ന ക്യാമറയുടെ ക്വാളിറ്റി ആയാലും ഇൻസ്ട്രുമെന്റ്സിന്റെ പ്രിസിഷൻ ആയാലും ഇറ്റ്സ് ഓൺ ഒരു കോമ്പറ്റീറ്റീവ് ലെവലിൽ അതിന്റെ അത്രയും അഡ്വാൻസ്മെന്റ് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ഏത് വലിപ്പത്തിലുള്ള മുഴകളെ വേണമെങ്കിലും ടാക്കിൾ ചെയ്യാം. ഭയപ്പെടേണ്ട ഒരു സാഹചര്യം ഒന്നുമില്ല. എല്ലാ സർജറിയിലും കോംപ്ലിക്കേഷൻസ് ഉണ്ട്. കോംപ്ലിക്കേഷൻസ് ഇല്ല എന്നല്ല, പക്ഷെ കോംപ്ലിക്കേഷൻസിന്റെ ചാൻസ് കുറവാണ്. ഈവൻ ദോ അങ്ങനെ സംഭവിച്ചാലും നമുക്കതിനെ ടാക്കിൾ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മുടെ ലാപ്രോസ്കോപ്പി അഡ്വാൻസ് ചെയ്ത് പോകുന്നത്. പിന്നെ മെയിനായിട്ടും പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ എത്ര സേഫ്റ്റിയിൽ, അതായത് നമ്മളിപ്പോ ഇത്ര വലിയ യൂട്രസ് ഈ ലാപ്രോസ്കോപ്പി വഴി എങ്ങനെ 1 സെന്റിമീറ്ററിൽ കൂടി എടുക്കും എന്നുള്ളത് ഒരു ചോദ്യമാണ്. അത് നമ്മൾ ചെയ്യുന്നത് മോർസലേറ്റർ എന്ന് പറയുന്ന ഒരു ഉപകരണം ഉപയോഗിച്ച് ഈ മുഴകളെ മുറിച്ചെടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഇതിലൊക്കെ ഒരുപാട് വലിയ മുഴകളാകുമ്പോൾ അപ്പോൾ സർജറിയുടെ സമയം കൂടുതലായിട്ട് ടൈം എടുക്കും. പിന്നെ ഈ ഓപ്പറേറ്റ് ചെയ്യുന്ന സർജന്റെ സർജിക്കൽ സ്കില്ലും മാറ്റർ ചെയ്യും. അപ്പം ഒരു 24 ആഴ്ചയ്ക്ക് മുകളിലോട്ടുള്ള 24 ആഴ്ച എന്ന് വെച്ചാൽ ഒരു 6 മാസം ഗർഭത്തിന് മുകളിലേക്ക് സൈസുള്ള മുഴകളൊക്കെ ആണെങ്കിൽ അത് കുറച്ചും കൂടെ ടൈം എടുക്കുക റിമൂവ് ചെയ്യാൻ പറ്റത്തില്ല എന്നല്ല, കുറച്ചും കൂടെ ടൈമും സൈസ് അനുസരിച്ചിരിക്കും. അതെ. അതിന് താഴെയുള്ള എല്ലാ മുഴകളും വളരെ സേഫ് ആയിട്ട് റിമൂവ് ചെയ്യാം. അതിന് മുകളിലോട്ടുള്ളതും എത്ര സൈസ് വേണമുള്ളത് റിമൂവ് ചെയ്യാം. പക്ഷെ ഈ പറഞ്ഞ പോലെ ടൈം, സ്പെസിമെൻ റിക്കവറിക്കുള്ള ടൈം ഒക്കെ കൂടുതൽ. സൈസിന്റെ കാര്യം പറഞ്ഞപ്പോൾ എനിക്കൊരു സംശയം. സാധാരണ നമുക്കിപ്പോ ഒരു ഗർഭിണിയായ സ്ത്രീകളിലും ഇത്തരം മുഴകൾ ആ ഒരു സമയത്ത് തന്നെ കണ്ടുപിടിക്കപ്പെട്ടേക്കാമല്ലോ. അപ്പൊ ഇതിന്റെ സൈസ് വർദ്ധിക്കുന്നതനുസരിച്ച് അത് ഒരു പക്ഷേ കുട്ടിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകാവുന്ന സാഹചര്യമോ? അതെ, ഫൈബ്രോയിഡ് മുഴകളെ കുറിച്ചാണ് ചോദിക്കുന്നതെങ്കിൽ ഫൈബ്രോയിഡ് മുഴകളെ സാധാരണ പ്രഗ്നൻസിയിൽ നമ്മൾ റിമൂവ് ചെയ്യത്തില്ല. കാര്യം പ്രഗ്നൻസി ആവുന്ന സമയത്ത് ഇതിന്റെ വാസ്കുലാരിറ്റി, രക്തയോട്ടം വളരെ കൂടുതലായിരിക്കും. അപ്പൊ നമ്മൾ അതിനെ എടുക്കാൻ ശ്രമിച്ചാൽ ആ സമയത്ത് കൂടുതലായിട്ട് ബ്ലീഡിംഗ് വരും. പിന്നെ ചില ഫൈബ്രോയിഡുകൾ പ്രശ്നം ഉണ്ടാക്കത്തില്ല. അതായത് യൂട്രസിന്റെ ക്യാവിറ്റി, എൻഡോമെട്രിയത്തിനകത്തേക്ക് മുഴച്ചിരിക്കുന്ന മുഴകളാണെങ്കിൽ കുഞ്ഞിന് അവിടെ സ്പേസ് കുറയ്ക്കും, കുഞ്ഞിന് അനങ്ങാനുള്ള സ്പേസ് കുറയും. അങ്ങനെയുള്ളവരിൽ അബോർഷന്റെ റിസ്ക് ഒക്കെ വളരെ കൂടുതലാണ്. പിന്നെ പ്രഗ്നൻസിയിൽ ഡീജനറേറ്റീവ് ചേഞ്ചസ് വരും. അതായത് റെഡ് ഡീജനറേഷൻ എന്ന് പറയും. ആ ഫൈബ്രോയിഡ് മുഴകളിലേക്ക് പെയിൻ ഉണ്ടാകും. അപ്പൊ അങ്ങനെയുള്ളൊരു സിറ്റുവേഷനും കാണാറുണ്ട്. അങ്ങനെയുള്ളവർക്ക് പനിയും വേദനയൊക്കെ കാണാറുണ്ട്. എങ്കിലും ഫൈബ്രോയിഡുകൾ ഉള്ള പ്രഗ്നൻസിയിൽ നമുക്ക് സാധാരണ പ്രഗ്നൻസിയിൽ എടുക്കുന്നതിനൊക്കെ കുറച്ച് പ്രിക്കോഷൻസ് എടുക്കേണ്ടി വരും എന്നല്ലാതെ ഫൈബ്രോയിഡ് ഉള്ളവർക്ക് പ്രഗ്നൻസി പാടില്ല എന്നൊന്നുമില്ല. ഈ പറഞ്ഞ പോലെ തന്നെ ചെറിയ മുഴകളൊക്കെ ഒരു പ്രശ്നം ഉണ്ടാക്കത്തില്ല. വലിയ മുഴകളാണ്, പൊസിഷൻ ശരിയല്ലാത്ത മുഴകളാണ് എന്നിവയൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും പ്രഗ്നൻസി എല്ലാത്തിനും ഒരുപോലെ മാറി വരണമെന്നില്ല അല്ലേ? ഇപ്പം ചിലപ്പോൾ ഇപ്പൊ മുഴയുടെ സൈസ് ഇത്രയേ ഉള്ളൂ എന്ന് പറയുകയാണെങ്കിൽ നമുക്കറിയാം നെല്ലിക്ക വലുപ്പമേ ഉള്ളൂ സൈസ് എങ്കിൽ, അപ്പോ ചില സൈസ് കുറച്ചുകൂടെ വലുതായിരിക്കാം.
അത് ക്രമേണ വലുതാവുന്നതുമായിരിക്കാമല്ലോ. അപ്പൊ അത് എല്ലാ മുഴകളും അങ്ങനെ വലുതാകുമോ, അതോ എല്ലാം ചിലത് ചെറുതായി തന്നെ? ചിലരില്ല, അത് നമുക്ക് ഓരോരുത്തരിലും വ്യത്യാസമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ഇയർലി മോണിറ്റർ ചെയ്യണമെന്ന്. ചില മുഴകൾ അതേ സൈസിൽ തന്നെ ആയിരിക്കും, പിരീഡ് നിൽക്കുമ്പോൾ ചുരുങ്ങിപ്പോ ഒന്നും ചെയ്യേണ്ടി വരാറില്ല. മറ്റു ചിലരിൽ ഇത് ക്രമാധികമായി വളരുകയും അവർ സിംറ്റം ഉണ്ടാക്കുകയും ചെയ്യും. അങ്ങനെയുള്ളവർക്ക് അത് റിമൂവ് ചെയ്യേണ്ടി വരും. റിമൂവ് ചെയ്യുന്ന മാത്രമല്ല, ഇതിന് ഇഞ്ചക്ഷൻസും ടാബ്ലറ്റ്സും ഒക്കെ അവൈലബിൾ ആണ്. അതൊക്കെ നമുക്ക് കൊടുത്തു നോക്കാം അങ്ങനെ ചുരുങ്ങുന്നോന്ന് അറിയാം. അപ്പൊ ഒരു ബോർഡർ ലൈൻ, അതായത് 6 സെന്റിമീറ്റർ താഴെയുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന മുഴകളെ നമുക്ക് വേണമെങ്കിൽ മെഡിക്കൽ മാനേജ്മെന്റ് കൊടുത്ത് ശരിയാക്കാൻ നോക്കാം. അതിൽ ശരിയായില്ലെങ്കിൽ മാത്രമേ സർജറിയുടെ ആവശ്യം വരാറുള്ളൂ. ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പോ സംസാരിച്ചുകൊണ്ടിരുന്ന വിഷയം സ്ത്രീകളിൽ നിന്ന് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ഒരു വിഷയമാണ്. വളരെ സാധാരണമായി കണ്ടുവരുന്ന ഒരു വിഷയമാണ്. എനിക്ക് തോന്നുന്നു ഗർഭാശയ രോഗവും അതോടൊപ്പം തന്നെ താക്കോൽ ദ്വാര ശസ്ത്രക്രിയയുമാണ്. ഇന്ന് പലപ്പോഴും ഈ കീഹോൾ സർജറി ആവശ്യമായി വരുന്നുണ്ട് സ്ത്രീകൾക്ക്, പ്രത്യേകിച്ച് പ്രസവം നിർത്താൻ വേണ്ടിയും ഈ പറയുന്ന പ്രസവം കഴിഞ്ഞതിന് ശേഷവും പലപ്പോഴും ഇത്തരം സർജറിയിലേക്കൊക്കെ വരുന്നുണ്ട് അല്ലെ. പക്ഷെ എനിക്ക് തോന്നുന്നു നമുക്ക് ഇതെല്ലാം സംസാരിച്ചു തീരാൻ സമയ പരിമിതികളുണ്ട്. എനിക്കൊരു ടേക്ക് ഹോം മെസ്സേജ് ആയിട്ട് എല്ലാവരോടും പറയാനുള്ളത്, കീഹോൾ സർജറിയെ ഭയപ്പെടേണ്ടതില്ല. ഏറ്റവും സേഫസ്റ്റ് മെത്തേഡ് ഓഫ് സർജറിയാണ് കീഹോൾ സർജറി. ഗൈനക്കോളജിയിലുള്ള എല്ലാ പ്രോബ്ലംസും നമുക്ക്, എല്ലാ അസുഖങ്ങളെയും നമുക്ക് കീഹോൾ വഴി തന്നെ പരിഹരിക്കാൻ പറ്റും. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, നമ്മൾക്ക് എന്തൊക്കെ രോഗലക്ഷണങ്ങൾ വരുന്നോ അതിനെ നിസ്സാരമായി അവഗണിക്കാതിരിക്കുക. ഞാൻ കുറെ സിംറ്റംസ് പറഞ്ഞു തന്നിട്ടുണ്ട്, അതെല്ലാം മനസ്സിൽ വെക്കുക. അങ്ങനെ നിങ്ങൾക്കോ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനോ ആർക്കെങ്കിലും ഇത്തരം സിംറ്റംസ് ഉണ്ടെങ്കിൽ ഗെറ്റ് ഇവാലുവേറ്റഡ്. നമുക്ക് എന്ത് അസുഖമാണെങ്കിലും എത്ര പെട്ടെന്നോ കണ്ടുപിടിക്കുന്നോ അത്രയും തന്നെ നമുക്കതിനെ ചികിത്സിക്കാൻ പറ്റും. പൊതുവെ സ്ത്രീകൾ അങ്ങനെ ഒരു സ്വന്തം ഹെൽത്ത് കാര്യത്തിൽ അധികം ശ്രദ്ധ എടുക്കാത്തവരാണെന്നാണ് എന്റെ ഒരു അഭിപ്രായം. അതെ, എല്ലാ ശ്രോതാക്കളോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങളും നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സും നിങ്ങളുടെ ചുറ്റുപാടുമുള്ള എല്ലാ സ്ത്രീകളുടെ ആരോഗ്യത്തിൽ ഒരു ശ്രദ്ധ വേണം. എന്തെങ്കിലും സിംറ്റംസ് ഉണ്ടെങ്കിൽ അതിനെ ഒന്ന് നെഗ്ലക്ട് ചെയ്ത് ഗെറ്റ് ഇവാലുവേറ്റ്. അതെ, തീർച്ചയായിട്ടും. അപ്പോൾ വളരെ സന്തോഷമുണ്ട് ഡോക്ടർ. വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇന്ന് നമ്മുടെ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട്, നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടി പറഞ്ഞു തന്നത്. അപ്പോൾ അതിന് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിന്റെ പേരിൽ നന്ദി പറയുകയാണ് ഡോക്ടർ. താങ്ക് യു. ഇത്രയും നേരം നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് കൊല്ലം മെഡിട്രീന ഹോസ്പിറ്റലിലെ ഡോക്ടർ റെജീന ആയിരുന്നു. ഡോക്ടർ ഒരിക്കൽ കൂടി പരിപാടിയിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഇവിടെ പറയുന്നു ശ്രീലക്ഷ്മി MS.